മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ യാണ് ആദ്യം മുസ്ലിമായത് എന്നത് മാത്രമല്ല, ആദ്യം മുത്തുനബിയുടെ പിന്നിൽ നിസ്കരിച്ച, ആ നിസ്കാരത്തെ തുടർന്ന് നിസ്കരിച്ച, ആദ്യമായി ഭൂമിക്ക് മുകളിൽ ഈ ഉമ്മത്തിൽ നിസ്കാരം നിർവഹിച്ചത് നബി കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ അത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആണ് എന്ന വിഷയമാണ് ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ബന്ധപ്പെട്ട ഹദീസുകളും അതിന്റെ താരീഖുകളുമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത, അവര് അവ്വലു മൻ ദഖല ഇലൽ ഇസ്ലാം എന്ന് മാത്രമല്ല, വ അവ്വലു മൻ സ്വല്ലാ ഖൽഫൻ നബിയിൽ മുസ്തഫ കാന അവ്വല മഅ്മൂമിൻ ഫിൽ ഇസ്ലാമി ഫി ഉമ്മത്തി മുഹമ്മദിൻ. വ അവ്വല മഅ്മൂമിൻ, ആദ്യത്തെ മഅ്മൂമാരാണ് ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്ന്. അപ്പോൾ എല്ലാ നിലയിലും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിയ എല്ലാ നിലയിലും അവരെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിന് ഇന്നലത്തെ പ്രസംഗത്തിൽ ഒരു ഭാഗം ഇന്നലെ പറഞ്ഞിരുന്നു. ശരീരം, മനസ്സ്, ആത്മാവ്, ഇങ്ങനെ രണ്ട് കാര്യത്താലാണ് മനുഷ്യൻ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ട് കാര്യമാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യത്തിൽ സമഞ്ജസനാണ് മനുഷ്യൻ. ഒന്ന് ആത്മാവ്, ഒന്ന് ശരീരം. ആത്മാവിന്റെ ശുദ്ധീകരണമാണ് ഈമാനിലൂടെ ഉണ്ടാകുന്നത്. ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് നിസ്കാരത്തിലൂടെ ഉണ്ടാകുന്നത്. ഈമാന് പിന്നെ ഫുറൂഉകളില്ല, ഈമാനിന് ശാഖകളില്ല. ശാഖകൾ എന്ന് പറഞ്ഞാൽ അതേത് ശാഖയും ഈമാൻ തന്നെയാണ്. ഏത് ശാഖയാണെങ്കിലും അത് ഈമാനാണ്. ഈമാൻ വിവിധങ്ങളായ ശാഖകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ശാഖകളെല്ലാം ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. റൂഹിന്റെ തഖ്ദീസാണ്. അമലുകൾ വിവിധ കൈഫിയത്തിലാണ്. അത് ശരീരത്തിന്റെ തഖ്ദീസാണ്, ശരീരത്തിന്റെ ശുദ്ധീകരണമായി ബന്ധപ്പെട്ടതാണ്. അത് രണ്ടും കൂടെ പൂർത്തിയാകുമ്പോഴാണ് മനുഷ്യൻ സമ്പൂർണനായി മുഅ്മിനാകുന്നത്. അപ്പോഴാണ് അയാൾ അള്ളാഹുവിങ്കൽ ഏറ്റെടുക്കപ്പെടുന്ന ആളാകുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റെടുക്കും. രണ്ട് കാര്യം ശുദ്ധീകരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ ശുദ്ധീകരണത്തിന് വേണ്ടി അവൻ തയ്യാറായാൽ എന്ന്. അതിലൊന്ന് റൂഹാണ്. റൂഹിനെ ശുദ്ധീകരിക്കാൻ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തു, അതിനാണ് ഈമാൻ. അതിന്റെ വാതിലാണ് ഏത് ഷഹാദത്തിലൂടെ ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം ഷഹാദത്താണ്. ഇനി അതിലൂടെ മുന്നോട്ട് പോയാൽ ലിഖായിലേക്ക് എത്തും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കും. പിന്നെ മീസാനിൽ കനം കൂട്ടുന്ന സാധനം, ഇതില്ലെങ്കിൽ മീസാൻ കനം കൂടൂല. ഈമാൻ ഇല്ലെങ്കിൽ മീസാൻ കനം കൂടൂല. എത്ര അമലുണ്ടായാലും മീസാൻ കനം കൂടൂല. അല്ലാഹു കാക്കട്ടെ. പിന്നെന്ത് വേണം? മീസാൻ കനം കൂടണമെങ്കിൽ അടിസ്ഥാനപരമായി റൂഹ് ശുദ്ധീകരിക്കപ്പെടണം. ആ റൂഹ് ശുദ്ധീകരിക്കലിന്റെ വാതിലാണ് ഷഹാദത്ത്. പിന്നെ അത് കയറുകയാണ്, അതാണ് ഈമാൻ. ചിന്തിക്കും. പിന്നെന്താ? പിന്നെയുള്ള വിഷയമാണ് എന്ത്? ഈ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആക്കം കൂട്ടുന്നതും ആ ശുദ്ധീകരണം എളുപ്പമാക്കുന്നതും റൂഹിനെ പൊതിഞ്ഞു നിൽക്കുന്ന ശരീരത്തെ കൂടി ശുദ്ധീകരിക്കുന്നതുമായ കർമ്മമാണ് അമലുകൾ. അതിലെ രാജാവാണ് ഏത്? നിസ്കാരം. അഫ്ളലുൽ അമാലിൽ ബദനിയത്തി കുല്ലിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ഏത്? അപ്പൊ ഇത് രണ്ടും മനുഷ്യന്റെ ശുദ്ധീകരണത്തിനാണ്. അതിൽ ഈ ഉമ്മത്തിൽ ആദ്യം ഇത് രണ്ടും ചെയ്യുന്ന ആൾ ആരാണ്? അവിടെയാണ് ഖദീജയുടെ പ്രത്യേകത. ഇനി അതിനപ്പുറത്തേക്ക് പറയാൻ ഒരാളില്ല. അവരെ മോളാണ് ഫാത്തിമ. മനസ്സിലായില്ലേ? അവരെ മടിത്തട്ടിൽ വളർന്ന മോനാണ് അലി. ആ കുടുംബാണ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക. അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. എന്താണ് നമ്മൾ ഈ മൊരടിന്റെ പ്രാധാന്യം കാണാനുള്ള കാരണം? ഇത് കേവലം ഒരു മൊരടല്ല. ഈ മൊരടിന്റെ അടിത്തറ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മൊരട് കരിഞ്ഞോ പാടില്ല. ഖദീജാബിയുടെ മൊരട് കരിഞ്ഞോ പാടില്ല. എന്തുകൊണ്ട്? ആ മൊരട് ഇവിടെ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒരു മുരടാണ്, ഒരു അടിത്തറയാണത്. ആദ്യമായി വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. പക്ഷേ നിസ്കരിക്കുന്ന വേറൊരാളെന്ന് പറഞ്ഞാൽ അത് പറ്റൂല. എന്തുകൊണ്ട്? അപ്പോൾ പിന്നെ ഖദീജ ബീവി ബാക്ക് പോകും. ഖദീജ ബാക്ക് പോകാൻ പാടില്ല. ഖദീജ ബീവി ഒരിക്കലും ബാക്കിൽ പോകാൻ പാടില്ല. ചിന്തിക്കും.
എന്തുകൊണ്ട്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ പൂർത്തീകരണമാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു അണ്ടാശയം അതിന് കിട്ടണല്ലോ. ആ അണ്ടാശയമാണ് ഖദീജ. ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ, ഒരു കുട്ടിയായിട്ട് ഉണ്ടാവില്ലല്ലോ, ബാപ്പുണ്ടായിട്ട് കാര്യമല്ലല്ലോ. അണ്ടാശയം കിട്ടട്ടെ, അണ്ടമായി ചേർന്ന് അതൊരു കോശമായി തീരണ്ടേ, എന്നിട്ടല്ലേ കുട്ടിയാവണത്. അപ്പൊ നമ്മൾ നമ്മൾ വളരെ ചിന്തിക്കണം ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അതിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് നമ്മൾ പരിശോധിച്ചില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു ഹദ്ദസനി സ്വാലിഹ് ഇബ്നു കൈസാൻ അൻ ഉർവത്ത് ബിൻ സുബൈർ അൻ ആയിഷ റളിയല്ലാഹു അൻഹ افترضت الصلاة على رسول الله صلى الله عليه وسلم أول ما افترضت عليه ركعتين كل صلاة ثم إن الله تعالى أتمها في الحضر 4 وأقرها في السفر على فرضها الأول ركعتين. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഫ്തലത്ത് സ്വലാത്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ഫർളാക്കപ്പെട്ടു. അവല മുഫ്തലത്ത് അലൈഹി റക്അത്തൈൻ. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് 2-2. എല്ലാ നിസ്കാരവും 2-2. ചിന്തിക്കണേ. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ആദ്യത്തെ നിസ്കാരം ഇന്ന് നമ്മൾ കാണുന്ന നിസ്കാരമല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ നിസ്കാരം മിഅ്റാജിനോട് കൂടി കിട്ടിയ നിസ്കാരമാണ്. അതിന്റെ ഒപ്പം നിസ്കാരമുണ്ട്. ഉദുവ തന്നെ വാശിയ രാവിലെ വൈകുന്നേരം. അതിലാണ് ആര് പങ്കെടുക്കുന്നത്? ഖദീജ. മിഅ്റാജിന് മുമ്പ് ഖദീജ ബീവി വഫാത്തായി പോയി. പിന്നെ ആ നിസ്കാരത്തിനെ ഒന്നുകൂടെ പരിഷ്കരിച്ച നിസ്കാരമാണ് ഇന്നത്തെ നിസ്കാരം. മനസ്സിലായില്ലേ പറഞ്ഞത്? ആദ്യത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ചുരുക്കം ആളുകൾ പങ്കെടുക്കുന്ന നിസ്കാരമാണ്. അതിൽ ആദ്യത്തെ ആളാണ് ആര്? ഖദീജ. അപ്പൊ ഇവിടെ നിസ്കാരം ഇല്ലാത്തൊരു ജനത ഉണ്ടാവില്ല. മുത്തുനബി ഇല്ല, ഒരു നബിയില്ല. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة. ഏത് കാര്യത്തും ശരീഅത്തിൽ ഉള്ള നിയമങ്ങളാണ് നിസ്കാരം. നിസ്കാരം ഇല്ലാത്ത നബിയില്ല. സയ്യിദുനാ ആദം നിസ്കാരമുണ്ട്. അസർ നിസ്കാരമാണ് ആദം നബിയുടെ നിസ്കാരം. ആദം നബിയെ പടച്ചതും അസറിന്റെ നേരത്താണ്. ആദം നബിയുടെ നിസ്കാരവും അസറാണ്. നിസ്കാരം ഇല്ലാത്ത നബി ഉണ്ടാവില്ല. ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടുണ്ടോ? എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നിസ്കാരം മൂസാ നബി നിസ്കാരം നിലനിർത്തി എന്ന് മാത്രമല്ല, മരിച്ചിട്ട് ഖബർ നിസ്കരിക്കണ റസൂലുള്ളാഹി പറയുന്നുണ്ട്. മിഅ്റാജിന്റെ രാത്രി മൂസ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ അവർക്കും എന്തുണ്ട്? നിസ്കാരമുണ്ട്. അത് ഏത് കാലത്തെ നബിമാർക്കും നിസ്കാരമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ തുടക്കത്തിൽ നിസ്കാരമുണ്ട്. അതാണ് അടിസ്ഥാന നിസ്കാരം. പിന്നെ ആ നിസ്കാരത്തെ പരിഷ്കരിച്ചാണ് ഇന്നത്തെ നിസ്കാരം. അത് 2 തവണയാണ് ഒരു ദിവസം. പിന്നെ അതിനെ പരിഷ്കരിച്ച് സമ്പൂർണ്ണമായി ഉമ്മത്തിൽ നിലനിർത്താണ് എന്തിലൂടെ? ഈ 5ലൂടെ. അന്ന് ബാങ്കില്ല, ഇഖാമത്തില്ല, ഒന്നുമില്ല. അന്ന് 4 റക്അത്തും ഇല്ല. എത്ര റക്അത്തേ ഉള്ളൂ? 2 റക്അത്ത്. മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നീട് അല്ലാഹു തആല എന്താക്കിയെന്നറിയോ? പിന്നെ ആ നിസ്കാരത്തെ വളർത്തിക്കൊണ്ടുവന്നു. അതിന് പരിഷ്കരിച്ച് 5 വഖത്താക്കി. എന്നിട്ട് പിന്നെ എന്തായിന്നറിയോ? യാത്രക്കാർക്ക് 2 നിലനിർത്തി, അല്ലാത്തവർക്ക് 3 4 ആക്കി. യാത്രക്കാർക്ക് എവിടെ തന്നെയാണ് ഇപ്പോഴും എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. 2ന്റെ 4ന്റെ 2 ഉള്ളൂ. 4ആയി. 5 വഖത്തുമായി. ആദ്യ ഭാഗത്ത് എത്രയേ ഉള്ളൂ? 2 നിസ്കാരം. അത് നേരെ മുത്ത റസൂലുള്ളാഹി. അത് ആദ്യം തന്നെ പറയണ്ടല്ലോ. അതാദ്യം മിഅ്റാജിന് മുമ്പ് പറഞ്ഞ ആയത്ത് ഞാൻ പറഞ്ഞുതരാം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫ ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. മനസ്സിലായില്ലേ? എന്നൊക്കെ പറയുന്ന ആയത്തുകളുണ്ട്. അതായത് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ
എന്ന് പറയുന്നുണ്ട്. റബ്ബക ഫകബ്ബിർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തക്ബീർ ചൊല്ലി, അതായത് എന്ത് നിസ്കരിക്കുക എന്ന് സൂറത്ത് മുദ്ദസിറിലുണ്ട്. ഇതൊക്കെ ഈ 5 വഖ്ത് നിസ്കാരത്തിന് വരുന്നതിന് മുമ്പുള്ള കൽപ്പനയാണ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ വഹി ഇറങ്ങിയ ഉടനെ തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുണ്ട്? നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിൽ പങ്കാളിയാണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ഞാൻ ഇതിന്റെ ശൈലിയാണ് നിങ്ങൾ കണ്ടോളെ പറയുന്നത്. ثم إن الله تعالى أتمها في العذر 4 وأقر في السفر على فرضها الأول ركعتين. وحدثني قال ابن إسحاق وحدثني بعض أهل العلم أن الصلاة حين افترضت على رسول الله صلى الله عليه وسلم أتاه جبريل. നിസ്കാരം പറഞ്ഞാക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് ജിബ്രീൽ വന്നു. വഹുവ ബിഅല മക്ക, മക്കയുടെ ഒരു ഉയർന്ന കുന്നിന്റെ ഏരിയയിലാണ് ആരുള്ളത്? റസൂലുള്ളാഹി. ഫമസലഹു ബിഅഖബിഹി ഫി നാഹിയത്തിൽ വാദി, മലഞ്ചരിവിൽ തന്റെ മടമ്പും കാലുകൊണ്ടെന്ന് ചവിട്ടി സയ്യിദുനാ ജിബ്രീൽ. ഫംഫർജറത് മിൻഹു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മടമ്പും കാലുകൊണ്ട് എവിടെ ചവിട്ടി? ആ ഭൂമിയിലൊന്ന് ആ മലഞ്ചരിവിലൊന്ന് ചവിട്ടിയെ ഒന്നിങ്ങനെ അടിച്ചപ്പോൾ ഫംഫജറത് മിൻഹു, അവിടെ നിന്നിട്ട് ഉറവ പൊട്ടി. ഐനൂൻ ഒരു ഉറവ അവിടെ നിന്നിട്ട് വെള്ളമായിട്ടാണ് പൊട്ടി. ഫതവല്ല ജിബ്രീൽ അലൈഹിസ്സലാം വറസൂലുള്ളാഹി യൻദുറു ഇലൈഹി ലിയുരിയഹു കൈഫ തുഹൂറു ലിസ്സലാത്തി. മക്കയിൽ കുന്നിന്റെ മുകളിലായിരുന്നു ആര്? റസൂലുള്ളാഹി. അവിടേക്ക് ആര് വന്നു? സയ്യിദുനാ ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ മടമ്പും കാലുകൊണ്ട് ഒന്നിങ്ങനെ ചവിട്ടിയപ്പോൾ ഫംഫജറത് മിൻഹു ഐനൂൻ, അവിടുന്ന് ഒരു ഉറവങ്ങോട്ട് അവിടെ മലഞ്ചെരുവിലും പൊട്ടി. എന്നിട്ട് ഫതവല്ല മിൻഹു ജിബ്രീലു, ആ വെള്ളത്തിന് സയ്യിദുനാ ജിബ്രീൽ ഒന്ന് കൊടുത്തു. റസൂലുള്ളാഹി യൻദുറു ഇലൈഹി, റസൂലുള്ളാഹി അതിങ്ങനെ കണ്ടു നോക്കിക്കൊണ്ടേ നിന്നു. ലിയുരിയഹു, എന്തിനാണ് ജിബ്രീൽ കൊടുത്തത്? ലിയുരിയഹു, റസൂലുള്ളാഹിനെ കാണിക്കാൻ വേണ്ടി. കൈഫ തുഹൂറുൽ സ്വലാത്തി, നിസ്കരിക്കാൻ എങ്ങനെയാണ് ഒന്നു കൊടുക്കാൻ റസൂലുള്ളാഹിനെ കാണിക്കാൻ വേണ്ടി ഉറവ പൊട്ടിച്ച് അവിടുന്ന് ഒന്നു കൊടുത്ത് കാണിച്ചു കൊടുത്തു. ആര്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. മുസ്തഫ നബിക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഒരു ഫാത്തിഹ. അല്ലാഹു തആല അവരുടെ നോട്ടം എപ്പോഴും, അവരുടെ സഹായം അല്ലാഹു നമുക്ക്, അവരുടെ ആ പട്ടാളത്തിന്റെ സഹായം എപ്പോഴും നമുക്ക് നൽകട്ടെ. അല്ലാഹു തആല അവരുടെ എപ്പോഴും നോട്ടം നമുക്ക് നൽകട്ടെ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബന്ധമുള്ള ക്ലാസ്സായി നമ്മളെ ക്ലാസ്സിനെ അല്ലാഹു തആല ഉയർത്തി തരട്ടെ. എപ്പോഴും ഇവിടെ വരുന്നവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹായം അല്ലാഹു കൊടുക്കട്ടെ. ഏത് ശത്രുവിന്റെ മുന്നിലും ഒരു പേടിയില്ലാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു തആല ഈ ക്ലാസ്സിൽ വരുന്നവർക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളെ. സുമ്മ തവല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലിനെ വുളു കൊടുത്തു. കമാ റഅ ജിബ്രീല തവല്ല, കമാ റഅ ജിബ്രീല തവല്ല, ജിബ്രീൽ വുളു കൊടുക്കുന്നത് നബി കണ്ടതുപോലെ പറയാ. ആ മലഞ്ചെരുവിലെ വെള്ളത്തിൽ നിന്ന് അപ്പൻ ഉണ്ടാക്കിയൊരു വെള്ളാണത്, അപ്പോൾ ചവിട്ടി ഉണ്ടാക്കിയതാണ് ആര്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അതിന് റസൂലുള്ളാഹി എന്ത് ചെയ്ത്? വുളു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മൻ സ്വറഫ ജിബ്രീൽ, പിന്നെ ജിബ്രീൽ നബിയെ പിരിഞ്ഞു പോയി. മനസ്സിലായില്ലേ? ആ രംഗം അവിടെ കഴിഞ്ഞു. ഫജാഅ റസൂലുള്ളാഹി ഖദീജത, അങ്ങനെ റസൂലുള്ളാഹി ആരടുത്തേക്ക് വന്നു? ഖദീജ ബിവിയുടെ അടുത്തേക്ക് വന്നു. ഫതവല്ലഅ ലഹാ, എന്നിട്ട് റസൂലുള്ളാഹി ഖദീജ ബിവിക്ക് വേണ്ടി ഒന്ന് കൊടുത്തു. നേരത്തെ ആരെടുത്ത പോലെ? നബിക്ക് വേണ്ടി ജിബ്രീൽ ഒന്നു കൊടുത്തതുപോലെ ഖദീജ ബീവിക്ക് വേണ്ടി റസൂലുള്ളാഹി ഒന്നു കൊടുത്തു. ഫജാഅ റസൂലുള്ളാഹി ഖദീജത, ഖദീജയുടെ അടുത്തേക്ക് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതവല്ലഅ ലഹാ, എന്നിട്ട് ഖദീജ ബീവിക്ക് റസൂലുള്ളാഹി വന്ന് ഖദീജ ബീവിക്ക് വേണ്ടി റസൂലുള്ളാഹി ഒന്നു കൊടുത്തു. ലിയുരിയഹാ, ഖദീജ ബീവിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. കൈഫ തുഹൂറുൽ സ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്ന് ഖദീജ ബീവിക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അല്ല നബിനെ ഒന്നും മുറിഞ്ഞിട്ടല്ല, നബിയുടെ ഒന്നും മുറിഞ്ഞിട്ടല്ല. വീണ്ടും വന്നിട്ട് ഒന്നു കൊടുത്തു. ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. ആരെ കാണിക്കാന്? ഖദീജ ബീവിയെ കാണിക്കാന്. ആര് കാണിച്ച പോലെ? സയ്യിദുനാ ജിബ്രീൽ നബിയെ കാണിച്ചതുപോലെ നബി ആരെ കാണിച്ചു? ആദ്യം കാണിച്ചത് ആരെയാണ്? ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹാ എന്ന്. ഫകമാ അറാഹു ജിബ്രീല, കമാ അറാഹു ജിബ്രീലു, ജിബ്രീൽ നബിയെ കാണിച്ചതുപോലെ നബി ആരെ കാണിച്ചു? ഖദീജ ബീവിയെ കാണിച്ചു. ഫതവല്ലഅത്, മൂന്നാമതായി ആരും കൊടുത്തു?
അപ്പൊ ഈ ദുനിയാവിലെ ഒന്നൂന്റെ തെർത്തീബ് അവലൻ ജിബ്രീൽ, സാനിയൻ റസൂലുള്ളാഹ്, സാലിസൻ ഖദീജ. ഇബ്നു ഹിശാമാണ്. ഹിജ്റ 200 അവർ വഫാത്തായിട്ടുണ്ട്. 200 അവർ വഫാത്തായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു 218 വഫാത്തായിട്ടുണ്ട്. ഹിജ്റ 218 വഫാത്തായിട്ടുണ്ട്. ആര്? ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു. അവരെ കിതാബാണ്, അവരാണ് ഈ പറയുന്നത്. ഏറ്റവും പ്രാമാണിക തഫ്സീറാണ്, താരീഖാണ്. ആരുടേത്? ഇബ്നു ഹിശാമിന്റെ റളിയല്ലാഹു അൻഹു. അവരാണ് കാണിക്കുന്നത്. മനസ്സിലാവണ്ടേ പറഞ്ഞത്? അങ്ങനെ വന്നിട്ട് അപ്പൊ ഈ ദുനിയാവിൽ നമ്മൾ ഇന്നും കൊടുത്തിട്ടുണ്ടല്ലോ നമ്മള്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കൂലി അവരിലേക്കാണ് പോവുക. ആദ്യം ആര്? സയ്യിദുനാ ജിബ്രീല്, പിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ, പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹാ. ഇതിന്റെ ഇടയിൽ ഇനി ആളില്ല. അപ്പൊ ആ തർത്തീബിന് വരും. നിങ്ങൾ നോക്കി, ആ ബാപ്പയും യോജിച്ചതാണ് എന്ത്? ഖിയാമത്ത് വരുന്ന ആ പേരക്കുട്ടികള്. അതുകൊണ്ട് തന്നെ പള്ളി ഉദ്ഘാടനത്തിന് ഓരോ ഇമാമാക്കണ്. ഓരോ ബാപ്പയമ്മയാണ് എന്തായത് ആദ്യം ഓതോട്ട് നിസ്കരിച്ചത്. അപ്പൊ അതിന് നമുക്ക് തർത്തീബുണ്ട്, നമുക്കൊരു അസിലുണ്ട്. വെറുതെ കുതിര വിടുകയല്ല. ഒരു അസിൽ തങ്ങളുട്ടിണ്ടെങ്കിൽ ആ തങ്ങളുട്ടി നമ്മൾ ഇമാമ നിർത്തും. എന്തുകൊണ്ട്? പറയട്ടെ, അവരെ വല്യാപ്പയാണ് ആദ്യം ഓതോടുത്ത്, ഓരോ വല്യമ്മയാണ് ആദ്യം ഓതോടുത്ത്. അവരാണ് ഇമാമുമായത്. ഇവിടെ ഇപ്പൊ ഇമാം മാമു നടക്കാൻ പോവാണ്. അപ്പൊ അവർക്കാണ് ഹക്ക്. അവർക്ക് വിവരം ഉണ്ടായാൽ മതി, നിസ്കരിക്കേണ്ട വിവരം ഉണ്ടായാൽ മതി. അവരെ നമ്മൾ നിർത്തും. എന്തുകൊണ്ട്? പറയടോ, എന്തുകൊണ്ട്? അവരെ വല്യാപ്പയാണ് ആദ്യം. ജിബ്രീൽ അലൈഹിസ്സലാം അവരെ വല്യാപ്പാക്കാൻ കാണിച്ചു കൊടുത്ത്, വല്യാപ്പ അവരെ വല്യമ്മക്കാൻ കാണിച്ചു കൊടുത്ത്. അപ്പൊ ഇവരാണ് സെല്ല്. ആ സെല്ലിൽ നിന്നാണ് മറ്റേ സെല്ല് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. അപ്പൊ നമ്മളീ കാണിക്കുന്നതിനൊക്കെ അസിലുണ്ട്. നമ്മൾ ഇന്ന് കാണിക്കൊരു പള്ളി ഉദ്ഘാടനം നടത്തി. എന്തിന്? പള്ളിക്ക് തറക്കല്ലിട്ടു. പരമാവധി കിട്ടാണ്ടെങ്കിൽ അഖില വൈത്തരം കൊണ്ട് ഇടിക്കും. എന്തുകൊണ്ട്? നിസ്കരിക്കാനാണ് ആദ്യം നിസ്കരിച്ചത്. പറ വല്യാപ്പയും വല്യമ്മയാണ് ആദ്യം മുതലെടുത്തത്. വല്യാപ്പയും വല്യമ്മയാണ്. മനസ്സിലായത്? ഇതൊക്കെ ഒരു മാമൂലാണെന്നാണ് ചില വീട്ടുകൾ മനസ്സിലാക്കണം. അവരെ പൊട്ടത്തരാണത്. എന്തിനും അസിലുണ്ടാവും. പഠിച്ചോക്കണം. എന്തിനുണ്ട് അസിൽ? അത് പഠിക്കാന്നേ ഉള്ളൂ. പഠിച്ചാൽ അതിന്റെ അസിൽ അവിടെ കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അസിൽ ഇൻഷാ അല്ലാഹ് കണ്ടെത്തും. നേരം വൈകൊന്നുമില്ല. പിന്നെ നിങ്ങൾ കുറച്ച് കളിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഉണ്ടായിരിക്കണം. അസിലുണ്ടാവുകയും അസിൽ കണ്ടെത്തുകയും ചെയ്യും. ഓരോന്നിനും അസിലുണ്ട്. ഓരോന്നിനും അസിലുണ്ട്. അസിലില്ലാത്ത ഒരു കാര്യം ഉണ്ടാവുകയേയില്ല. ഓരോന്നിനും അസിലുണ്ട്. റഹ്മത്തുള്ളാഹി ഖാസിമി സംഗീതം ഹലാലാക്കി എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ മിണ്ടണില്ല. ഇനി ഞാൻ എൻ്റെ നാവ് തുറക്കും. അന്ന് നിങ്ങൾ മാളത്തിൽ ഒളിക്കരുത്. നിങ്ങൾ ദുനിയാവിൽ പുറത്ത് വരണം. അത് നിങ്ങളെ ചാട്ടവും പാട്ടും ഗാനമേളയല്ല ഞാൻ ഹലാലാക്കിയത്. അത് ഞാൻ പറയും. നിങ്ങൾ ചാടിക്കൊളി. കുറച്ച് ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് പോയി ചോദിക്കണം, എന്താണ് നിങ്ങളെ തെളിവുകൾ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ തുള്ളല്ല വേണ്ടത്. റഹ്മത്തുള്ളാഹി ഖാസിമി സംഗീതം ഹലാലാക്കി. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വരാൻ പോകുന്നുണ്ട്. ഞാൻ ഇപ്പൊ തൽക്കാലം മിണ്ടുന്നില്ല. എന്തൊരു കാര്യം പറയുമ്പോൾ അത് പഠിച്ച് പറയണം. അതെന്താണ് ആ കാര്യം, അതെന്താണ് ഈ പറയുന്ന ഉദ്ദേശം, ഇത് പഠിക്കണം. അല്പജ്ഞാനികളായ കുറെ ആളുകളും ഉണ്ട്. ഓരോന്നും കാണുമ്പോഴത്തേനും ക്ലാസ് നിർത്തി പോകുന്നവരും ഉണ്ട്. നിങ്ങൾ ചാടാനോ പാടാനോ ഗാനമേള നടത്താനോ ഒന്നല്ല ഞാനിത് പറയുന്നത്. എന്നാൽ സംഗീതം അതിനൊരു പരിധിയുണ്ട്. ആ പരിധിയിൽ അതുകൊണ്ട് ഖൈറുണ്ടാകുമ്പോൾ അതിനെ ഇസ്ലാം പാടെ ഹറാമാക്കിയിട്ടില്ല. അതിന് തെളിവ് ഞാൻ സൂര്യനെ പോലത്തെ തെളിവുകൾ കാണിക്കും. 1, 2, 10 സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ പായസം കൂടിയാണ്. അത് ഞമ്മക്കാണ്. മരിച്ചവർക്ക് ജീവൻ പോയി, അവർക്ക് മരിച്ചപ്പോ വെള്ളം വരെ കിട്ടില്ല. ഞമ്മക്കാണെങ്കിൽ അന്ന് പള്ളോണ്ട് കുടുങ്ങാണ്. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇന്നത്തെ ആഗസ്റ്റ് 15 അന്നത്തെ സ്വാതന്ത്ര്യ സമരം വ്യത്യാസമുണ്ട്. അന്നത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീറി കൊല്ലാണ് ബ്രിട്ടീഷുകാര്. അതിന്റെ പേരിൽ ഇന്ന് നമ്മളെ പണി എന്താ? പായസം കുടിക്കുക.
ഇപ്പൊ നമ്മൾ ആരെ കൂടെയാണ്? ആ ബ്രിട്ടീഷുകാരെ കൂടെ തന്നെ. ആ ബ്രിട്ടീഷുകാരെ അടിമകളാക്കി അവരെ മനസ്സും അവരെ സംസ്കാരമാണ് ഇപ്പൊ നമുക്കുള്ളത്. അവര് ഏതൊരു ബ്രിട്ടീഷുകാർക്ക് എതിരായി നിലകൊണ്ടോ ആ ബ്രിട്ടീഷുകാരാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു. എന്നിട്ട് നമ്മൾ ഗുലാബി പിടിക്കും. ചരിത്രം എപ്പോഴും അങ്ങനെയായിരിക്കും. തിരുത്തണവർക്ക് തിരുത്തി പോകാം, അവർക്ക് തല്ലും കിട്ടും, അവരെ കൊല്ലും ചെയ്യും. അതുവരെ ഈ തിരുത്തണവനെ കളിയാക്കിയവൻ അയാൾ തിരുത്തി കഴിഞ്ഞാൽ അയാളെ ആണ്ടിന് പായസം കുടിക്കും. ഒക്കെ അങ്ങനെയാണ്. മഹാനായ CM വലിയുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ CMനെ നിശിതമായി വിമർശിച്ച ആളുകൾ CMന്റെ ആണ്ട് വരുമ്പോൾ പണ്ടിട്ട് പാഞ്ഞ് അവിടെ ചെന്ന് ചോറുന്നു. CM ജീവിച്ചിരുന്ന കാലത്ത് CMനെ നിശിതമായി വിമർശിച്ചിരുന്നത് ആ ആളുകളാണ് ഇപ്പൊ CMന്റെ ഉറൂസിന് പോയിട്ട് ചോറ് വാങ്ങുക. അവർക്ക് അന്ന് വിമർശിച്ച ചോറ് കിട്ടും, ഇപ്പോൾ അവർക്ക് ഉറൂസിന്റെ ചോറും കിട്ടും. CMന് അന്നും ചോറില്ല, അന്നും ചോറില്ല. ഇതെല്ലാം അതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാണ്. ഇതെല്ലാം പഠിക്കന്നെ തിരുത്തന്നെ ചെയ്യും, തിരുത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് തന്നെ. അപ്പൊ നമ്മൾ ഇതെന്തിനാ പറഞ്ഞറിയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ അതിന്റെ അസിൽ പഠിച്ചാൽ അസിലുണ്ടാവും. നമ്മൾ പള്ളിയിൽ തറക്കല്ലിടണമെങ്കിൽ സയ്യിദിനെ കൊണ്ടുവരും, നമസ്കരിക്കാനും കൊടുക്കാനുമാണ്. അതാദ്യം ചെയ്തത് അവരുടെ വലിയ അഭിമാനം. അപ്പൊ അവരെ തന്നെ കൊണ്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ഇമാമത്തിനും ആദ്യം അവർക്ക് നിസ്കാരത്തിന് ശുറൂത്ത് ഫുറൂത്ത് മാത്രം അറിഞ്ഞാൽ മതി. അവര് ആലിമിലല്ലാമയാണ്ടെന്നോ ഇല്ല. ആലിമീങ്ങളായ ആളുകൾ ബാക്കിൽ വന്ന് നിൽക്കും. ഈ സയ്യിദിന് നിസ്കാര കണക്ക് അറിഞ്ഞാൽ മതി, അവരെ ഇമാമർത്തും. കാരണം അവരെ വല്യാപ്പയാണ് ആദ്യം മുത്ത് മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ചത്. ആദ്യം ഒന്ന് കൊടുത്തതും അവരാണ്, അവരെ വല്യാപ്പയും വല്യമ്മയും. അപ്പൊ മനസ്സിലായില്ലേ പറഞ്ഞത്? അവർക്കാണ് ഇതിന് ആദ്യത്തെ അർഹത. ആദ്യത്തെ ഇമാമ മൊമ്മു അവരാണ്, ആദ്യത്തെ ഇമാമ റസൂലാണ്, ആദ്യത്തെ മൊമ്മു ഖദീജ ബീവിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ആ ഒരു ആവർത്തന ഇന്ന് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അസലുണ്ട്. فجاء رسول الله صلى الله عليه وسلم خديجة فتولى لها ليريها كيف الطهور للصلاة كما أراه جبريل فتولأت. അങ്ങനെ മൂന്നാമതായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒന്നുവെടുത്തു. കമാ തവല്ല ലഹാ റസൂലുള്ളാഹി, റസൂൽ അവർക്ക് ഒന്നുവെടുത്തു കൊടുത്തതുപോലെ ആരും ഒന്നുവെടുത്തു, ഖദീജ ബീവി ഒന്നുവെടുത്തു. ثم صلى بها رسول الله. പിന്നെ റസൂലുള്ള എന്ത് ചെയ്തു? ഖദീജ ബീവിയെ ബാക്കിൽ നിർത്തിയിട്ട് നിസ്കരിച്ചു. കമാ സ്വല്ലാ ബിഹി ജിബ്രീലു, ജിബ്രീൽ നിസ്കരിച്ച് കാണിച്ചവരെ ആരും നിസ്കരിച്ചു, റസൂലുള്ള നിസ്കരിച്ചു. ഫസ്വല്ലത്ത് ബിസ്വലാത്തിഹി, നബിയുടെ നിസ്കാരത്തിനനുസരിച്ച് ആരും നിസ്കരിച്ചു, ഖദീജ ബീവി നിസ്കരിച്ചു. ഇതാണ് നിസ്കാരത്തിന്റെ ആദിമ രൂപം എന്ന് മഹാനായ ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു ഹിജ്റ 218 അവർ വഫാത്തായിട്ടുണ്ട്. 1200 കൊല്ലം ഈ മഹാൻ വഫാത്തായിട്ടുണ്ട്. അവരുടെ കിതാബാണ്, പ്രാമാണിക കിതാബുകളിൽ ഒന്നാണ്. മഹാനായ അത്രയും പഴക്കമുള്ള ബഹുമാനപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു. അവരാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷാഫി ഇമാമിന്റെ തൊട്ടടുത്ത കാലം. ഷാഫി ഇമാമ 204 വഫാത്തായി, ഇബ്നു ഹിശാം 218 വഫാത്തായി. അങ്ങനെയാണ്. ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ചിന്തിക്കണം. ഇതേ അഭിപ്രായം തന്നെ ഇബ്നു കസീർ പറയുന്നുണ്ട്. ഇതേ അഭിപ്രായം ഇബ്നു കസീറും പറയുന്നുണ്ട്. വകാനത്ത് ഖദീജ അവ്വല മൻ ആമന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലും ആദ്യത്തെ കാല ഇബ്നു ഇസ്ഹാഖ്, മഹാനായ പ്രാമാണിക ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വകാനത്ത് ഖദീജ അവ്വല മൻ ആമന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലും ആദ്യത്തെ വിശ്വസിച്ച ആൾ ആരാണ്? പറയാ ഖദീജ ബീവിയാണ്. വസദ്ദഖ ബിമാ ജാഅ ബിഹി, റസൂലുള്ളാഹി പറഞ്ഞത് എല്ലാം ആദ്യമായി വാസ്തവമാക്കിയ ആളും ആരെന്നെയാണ്? ഖദീജ ബീവിയാണ്. സുമ്മ ഇന്ന ജിബ്രീൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ജിബ്രീൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഹീന ഫുർളത അലൈഹി സ്വലാ, നിസ്കാരം ആർക്ക് നിർബന്ധമായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമസലഹു ബിഅഖബിഹി ഫി നാഹിയത്തിൽ വാദി, അങ്ങനെ മടമ്പ് കൊണ്ടടിച്ച് വെള്ളം ഉണ്ടാക്കി. ഫംഫജറത്ലഹു ഐനു മിൻ മാഇ സംസം, മാഉ സംസം അവിടെ ഉറവ പൊട്ടി. മാഉ സംസം ആര് പറയുന്നത്? ഇബ്നു കസീർ. സംസമിന്റെ ഒരു ഉറവ അവിടെ ഉണ്ടായി, സംസമിന്റെ ഒരു ഉറവ അവിടേക്കും അവിടെ വന്നു എന്ന്. ഫതവല്ല ജിബ്രീൽ വ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ സ്വല്ല റകഅതൈനി വ സജദ അർബഅ സജദാത്തിൻ,
രണ്ടറക്കായത്തിൽ എത്ര 4 സുജൂദും ചെയ്തു. സുമ്മ റജഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പിന്നെ റസൂൽ ജിബ്രീൽ പോയി, റസൂൽ മടങ്ങി. വഖദ് അഖറല്ലാഹു ഐനഹു, റസൂലുള്ളാഹിന്റെ കണ്ണ് കുളിർത്തിട്ടുണ്ട്. എന്തിലൂടെ? നിസ്കാരത്തിലൂടെ റസൂലുള്ളാഹിന്റെ കണ്ണ് കുളിർത്തിട്ടുണ്ട്. വതാബത്ത് നഫ്സുഹു, മനസ്സിന് വലിയ സന്തോഷായിട്ടുണ്ട്. വജാഅഹു മാ യുഹിബ്ബു മിനല്ലാഹ്, ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത്? നിസ്കാരം. ഫഅഖദ യദ ഖദീജ, എന്നിട്ട് ആരെ കൈ പിടിച്ചു? വന്നിട്ട് എന്ത് ചെയ്ത്? ഖദീജ ബീവിന്റെ കൈ പിടിച്ചു. ഹത്താ അതാ ബിഹാ ഇലൽ ഐനി, എന്നിട്ട് ആ വെള്ളത്തിന്റെ അടുത്തേക്ക് ആര് കൊണ്ടുവന്നു? ആ വെള്ളം ഉറവ് പൊട്ടിച്ചു. ആര്? സയ്യിദ്നാ ജിബ്രീൽ. ജിബ്രീൽ വന്ന് നിസ്കരിച്ച് പോയി. റസൂൽ വന്നു ആരടുത്തേക്ക്? ഖദീജയുടെ കയ്യെ പിടിച്ചു. എന്നിട്ട് ആ ഉറവയുടെ അടുത്തേക്ക് ആരെ കൊണ്ടുപോയി? ജിബ്രീൽ ഉളു കൊടുത്ത് കാണിച്ചതുപോലെ റസൂലയും കാണിച്ചു കൊടുത്തു. 2 റുക്കൂ 4 സുജൂദ്, അതായത് എത്ര റക്അത്ത്? 2 റക്അത്ത് എന്ന്. ثم كان هو وخديجة يصليان سرا. ثم كان هو وخديجة, പിന്നെ റസൂലുള്ളാഹിയും ഖദീജയും കാന യുസല്ലിയാൻ, രണ്ടാളും നിസ്കരിക്കാറുണ്ടായിരുന്നു. സിർറൻ, രഹസ്യമായിട്ട്. മിൻ ബിദായത്തിൽ അംരി, വഹി തുടങ്ങുന്ന കാലം മുതലേ. ആ മിൻ ബിദായത്തിൽ അംരി, ആ തുടങ്ങുന്ന കാലം മുതലേ നിസ്കരിക്കാറുണ്ട്. ആരും റസൂലുള്ളാഹിയും ഖദീജ ബീവിയും സിർറൻ. എങ്ങനെ? രഹസ്യമായിട്ട്. അതിലൊരാളും കൂടി ഉണ്ട്. ഇന്നലെ പറഞ്ഞു. ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അലി. ഇന്നലെ അഫീഫിന്റെ ഒരു ഹദീസ് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹാക്കിമൊക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇന്നലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലത്തെ വിശദീകരണത്തിലുണ്ട്. അപ്പോൾ ആദ്യം ഈമാൻ കൊണ്ടതും ആരാണ്? ഖദീജ ബീവിയാണ്. ആദ്യം ഒന്നും എടുത്തതും ഖദീജ ബീവിയാണ്. ഈ ഉമ്മത്തില് ജിബ്രീലും റസൂലും കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതിന്റെ മേൽ ഉത്തരവാദിത്വത്തോടുകൂടി ആ കർമ്മം ചെയ്ത ആൾ ആരാണ് എന്ന് മാത്രമല്ല, വഅവ്വലു മൻ സല്ലൈന ഖൽഫ മുഹമ്മദി വഗൈറുക ലാ യഅറഫനാ ളുഹ്റൻ വലാ അസ്റാ സ്വലാത്തു വതസ്ലീമു. ഇതന്നെ നിസ്കാരത്തിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ ശൈലി അങ്ങനെയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച നിസ്കാരത്തിന്റെ ആദിമ ശൈലിയാണ് ആ ശൈലി. ചിന്തിക്കണം എന്ന് വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇമാം തുബരി തന്റെ താരിഖ് തുബരിയിൽ പറയുന്നു, വകാനത്തി സയ്യിദത്തു ഖദീജ അഖറബ മാ യകൂനു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഇനി വായിക്കുന്നത് താരിഖ് തുബരിയിൽ നിന്നാണ്. പ്രാമാണിക മുഫസ്സിറുമാണ്, പ്രാമാണിക ചരിത്രകാരനുമാണ് ഇമാം മുഹിബ് തുബരി റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു അൽക്കബറ. പ്രാമാണിക ചരിത്രകാരനുമാണ്, പ്രാമാണികനായ മഹാനാണ്, മുഫസ്സിറുമാണ് ഇമാം തുബരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് അവര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ താരിഖ് തുബരിയിൽ നിന്നാണ് വായിക്കുന്നത്. കാനത്ത് സയ്യിദത്തു ഖദീജ അഖറബ മാ യകൂനു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിലേക്ക് ഏറ്റവും അടുത്ത ആൾ ആരായിരുന്നു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വകാനത് തുതാബിഉഹു, ഖദീജ ബീവി എപ്പോഴും ഇങ്ങനെ പിന്തുടരും. ആരെ? ഏത് കാര്യം നബി ചെയ്താ അങ്ങനെ തന്നെ ചെയ്യും. ആര്? കാരണം ഒന്നും അറിയില്ലല്ലോ, ഇസ്ലാം അവിടെ വ്യാപിക്കണല്ലേ ഉള്ളൂ. വളരെ ചിന്തിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മുഹദ്ദിഥീങ്ങൾ പറയുന്നുണ്ട്, സ്വഹാബത്തിൽ ഏറ്റവും വലിയ പാണ്ഡിത്യം ഭാര്യമാരെ കൂട്ടത്തിൽ ആയിഷ ബീവിക്കാണ്. കാരണം കൂടുതൽ അവസരം കിട്ടി. ഖദീജ ബീവി പെട്ടെന്ന് മരിച്ചുപോയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഏറ്റവും വലിയ പണ്ഡിത ആരാവുക? കാരണം ഖദീജയെ പോലെ ഈ ആദ്യം മുതൽ വരൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഖദീജ ബീവി പെട്ടെന്ന് എന്തായി? മരിച്ചുപോയി.
ആദ്യ കാലഘട്ടത്തിലെ ശൈലി പറയാൻ ഖദീജ ബിബിക്ക് കഴിയും. കാരണം അത്തരക്കാലത്ത് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ എപ്പോഴും ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ എപ്പോഴും അങ്ങനെ പിന്നാലെ നടക്കും. ഓരോന്ന് റസൂലുള്ള പറഞ്ഞ അന്വേഷിച്ചും പിടിച്ചു അങ്ങനെ തന്നെ ചെയ്യും. നബീലിനെല്ലാം കേൾക്കും. ആ കാര്യങ്ങളെല്ലാം ഹൃദയസ്ഥമാക്കും. ആര്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. അത് പഠിക്കാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും അധ്വാനിക്കും. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ കാര്യങ്ങളെല്ലാം അന്നേ ഫാത്തിഹ സൂറത്ത് ഇറക്കിയെന്ന പ്രധാന അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ആദ്യം അറിയുന്ന ആളാരായിരിക്കും? ഖദീജ ബിബി ആയിരിക്കും. നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയ സൂറത്താണ് ഏത്? ഫാത്തിഹ. അത് സൂറത്തു സ്വലാത്താണ്, നിസ്കാരത്തിന്റെ അധ്യായമാണ്. അപ്പൊ ഇതെല്ലാം ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കാനത്ത് തസ്മഉ മിൻഹു, റസൂലുള്ളാഹിനെല്ലാം കേൾക്കും. വതഹഫളു ലഹു, കേട്ടതിനെ ഹൃദയസ്ഥമാക്കും. അത് മനഃപ്പാടമാക്കാനും ഹൃദയത്തിൽ സൂക്ഷിച്ചു നടക്കാനും അധ്വാനിക്കും. ഹൃദയത്തിൽ സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? എപ്പോഴെപ്പോഴും അങ്ങനെ തന്നെ. കുട്ടി ഇന്ന് നമ്മളെ പ്രശ്നം എന്താ? ഇന്നിപ്പോ നമുക്ക് കുട്ടിയാവുമ്പോ തന്നെ വാപ്പാ നിസ്കാരം കാണുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്നൊരു 3 or 4 വയസ്സായ കുട്ടി ബാപ്പ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നതിൽ സ്വാഭാവികമാണ്. കാരണം കുട്ടി ജനിക്കണം മുതലേ ആരെ കാണുന്നുണ്ട്? ബാപ്പയോ ഉമ്മ നിസ്കരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ഇന്നലെ വന്നിട്ടാണ് തിങ്കളാഴ്ചയാണ് നിസ്കാരം തുടങ്ങിയത്. രാവിലെ തിങ്കളാഴ്ച വൈകുന്നേരത്തെ നിസ്കാരത്തിൽ ആരും ഉണ്ട്? അതിയാ വേണ്ടിയാണ്. ആദ്യത്തെ നിസ്കാരം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ ആദ്യത്തെ നിസ്കാരം. തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി ജനിച്ച്, തിങ്കളാഴ്ച നുബുവത്ത്, തിങ്കളാഴ്ചയാണ് ആദ്യത്തെ നിസ്കാരം. തിങ്കളാഴ്ച തന്നെയാണ് എന്ത്? ആൻസറിന് ആരും നിസ്കരിച്ചു? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. അത്ര ഫോക്കാണ്, അത്രയും കൂടെയാണ്. തിങ്കളാഴ്ച വെളുപ്പിന് നുബുവത്ത് കിട്ടി വന്നു. അപ്പോഴത്തേന് ആദ്യം ആരും വിശ്വസിച്ചു? ഖദീജ ബിബി. നുബുവത്ത് കിട്ടി അന്ന് തന്നെ. തിങ്കളാഴ്ച രാവിലെ നിസ്കാരം കാണിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം. അന്ന് അസർ നിസ്കാരം ആര് കൂടി? ഖദീജ ബിബി ഓർത്ത് കൂടി. ഏത് ദിവസമാണ് റസൂൽ നിസ്കരിച്ച്? അതിരാവിലത്തെ നിസ്കാരം ആര് കാണിച്ചു കൊടുത്തു? സയ്യിദുന. പറ, ആര്? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അസ്റായപ്പത്തിന് ഖദീജ ബിബിയും കൂടി എന്ന് റളിയല്ലാഹു അൻഹാ. وكان رسول الله صلى الله عليه وسلم كلما أتاه جبريل بعد المرة الأولى يعود إليها ويخبرها ويحدثها. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോഴെല്ലാം റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പോയാൽ വേഗം ഓടി വരും. യഊദു ഇലൈഹ, ഖദീജ ബിബിന്റെ അടുത്തേക്ക് വരും. യുഖ്ബിറുഹാ വയുഹദ്ദിസുഹാ, നടന്ന കാര്യങ്ങളും പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. ആർക്ക്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഫകാനത്ത് റളിയല്ലാഹു അൻഹ ഫലിഹാദ ഫഖദ് കാനത്ത് റളിയല്ലാഹു അൻഹ അവ്വല മൻ സല്ല മഅ റസൂലില്ലാഹി. അതുകൊണ്ടാണ് നിസ്കാരം ഫർളാക്കിയപ്പോൾ ആദ്യത്തെ നിസ്കാരം ആർക്ക് കഴിഞ്ഞത്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എന്ന്. ഫഹീന ഫുറിദത്തി സ്വലാത്തു അലാ റസൂലില്ലാഹി ജാഅഹു ജിബ്രീൽ വഹുവ ബിഅലാ മക്ക. ഇത് 5 വക്ത് നിസ്കാരത്തിന് മുമ്പുള്ള നിസ്കാരത്തെ പറ്റിയാണ് ഈ പറയുന്നത്. وفجر له عينا في جانب الوادي فتولى جبريل والرسول ينظر إليه ويعلمه جبريل كيفية الوضوء والطهور للصلاة وقام جبريل فصلى برسول الله. wudu എടുത്ത് കഴിഞ്ഞിട്ട് നബി wudu എടുത്തു. ഷർദിക്ക് wudu എടുത്തു. പിന്നെ ആര് ജിബ്രീൽ wudu എടുത്തു. പിന്നെ ആര് wudu എടുത്തു? റസൂലുള്ളാഹ്. പിന്നെ ഫസല്ല ജിബ്രീൽ ബി റസൂലില്ലാഹ്. പിന്നെ നബിയെ പിന്നിലാക്കിയിട്ട് ആദ്യമായി ഇമാമത്ത് നിന്നു ആര്? സയ്യിദുനാ ജിബ്രീൽ. വറസൂലു യത്ബഉഹു ഫീ സ്വലാത്തിഹി. നിസ്കാരത്തിൽ റസൂലുള്ളാഹ് ആരെ പിൻപറ്റി? ജിബ്രീലിനെ. വബഅദ ദാലിക റഹബ റസൂലു ഇലാ സയ്യിദത്തിനാ ഉമ്മിനാ ഖദീജ. പിന്നെ ജിബ്രീൽ പോയതിനു ശേഷം അവിടുന്ന് റസൂലുള്ളാഹ് എങ്ങോട്ട് പോയി? ഖദീജാവിന്റെ അടുത്തേക്ക് പോയി. വഅല്ലമഹാ, ഖദീജ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു. കൈഫ തതവല്ലഉ ബിനഫ്സി ത്വരീഖത്തില്ലത്തി തഅല്ലമഹാ മിൻ ജിബ്രീല. ജിബ്രീലിന് ഏത് ത്വരീഖിലാണോ wudu പഠിച്ചത്, നിസ്കാരം പഠിച്ചത്, അത് അങ്ങനെ തന്നെ ആർക്ക് കാണിച്ചു കൊടുത്തു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക്. ثم علمها, പിന്നെ റസൂൽ ഖദീജ ബീവിയെ പഠിപ്പിച്ചു. കൈഫ തുസല്ലി, എങ്ങനെയാണ് ഖദീജ നിസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. വസല്ലാ ബിഹാ ഫകാനത്ത് റളിയല്ലാഹു അൻഹ ഹിയൽ മഅ്മൂമത്തുൽ ഊലാ.
ഫകാനത്ത് ഖദീജ റളിയല്ലാഹു അൻഹാ ഹിയൽ മഅ്മുമത്തുൽ ഊലാ, അവരാണ് ആദ്യത്തെ മഅ്മുമാരാണ് ഖൽഫ റസൂലില്ലാഹ്. മുത്തറസൂലുള്ളാഹിയുടെ പിന്നിൽ ആദ്യം നിസ്കരിച്ച ആൾ ആരാണ്? അൽ മഅ്മുമത്തുൽ ഊലാ. ഏതൊക്കെ ആരോ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാം. അൽ മഅ്മുമത്തുൽ ഊലാ ആരാണ്? അൽ മഅ്മുമത്തുൽ ഊലാ അതാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹാ. എന്തുകൊണ്ട് അത്രയായിരുന്നു ഈ വിഷയങ്ങളിലൊക്കെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹായുടെ താല്പര്യം. ആ കാര്യങ്ങളോട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ താല്പര്യം അങ്ങനെയായിരുന്നു, മറ്റൊന്നുമില്ല. ദീന് വരുന്നതോട് കൂടെ തന്നെ ഖദീജ ബിബിക്ക് വേറെ താല്പര്യങ്ങളില്ല. ഖദീജ ബിബിയുടെ മുഴുവൻ താല്പര്യം റസൂലിലായി. സമ്പത്തൊക്കെ തന്നെ വറക്കയോട് പറഞ്ഞ് വിളിച്ചറിയിപ്പിച്ചോളാം. ഇവിടെ നോക്കടോ മനസ്സിലായില്ലേ പറഞ്ഞത്? അതിലും ആദ്യത്തെ ഒരു ഉദാഹരണമാണ് ആര്? ഖദീജ ബീവി. മുതലൊക്കെ പുതിയ പിളക്കന് കൊടുക്കുക. എല്ലാ പുതിയ പിള്ളേർക്കും കൊടുത്താൽ കൊടുക്കും കേട്ടോ. മോൻ കള്ളു കുടിച്ച ആളെ മനസ്സിലായില്ല. അതിന് ആജാതി പുതിയ പിളയാകണം. വറക്കയുടെ അടുത്ത് പോയി വറക്കയോട് പറഞ്ഞു, നിന്റെ മുതല് ഇനി എനിക്ക് മുതലുണ്ടാവില്ല. നിന്റെ മുതൽ മുഴുവൻ ആർക്ക് കൊടുത്ത്? റസൂലുള്ളാഹിക്ക് കൊടുത്ത്. കഅബാലയത്തിന്റെ അടുത്ത് വെച്ചിട്ട് മക്കക്കാരെ വിളിച്ചോട്ടി വിളിമ്പരം പറയാൻ പറഞ്ഞു, ഇനി ഖദീജക്ക് മുതലില്ല, ഇനി ഖദീജ ഫഖീറത്തായിരിക്കും. മുതലൊക്കെ ആരിലേക്ക് നീങ്ങി? എന്റെ ഭർത്താവിലേക്ക് നീങ്ങിയിരിക്കും. ഇനിയൊക്കെ അവരാണ് കൈകാര്യം, എനിക്കല്ല. അവർക്ക് എന്താണോ ചെയ്യേണ്ടത് അവരൊക്കെ ചെയ്യാം, എനിക്കിനി മുതലില്ല. പടച്ച തമ്പുരാൻ മുതൽ മുഴുവൻ ആർക്കാണ് കൊടുത്ത്? തെളിവ് ഞാൻ തെളിവോട് കൂടിയാ പറയുന്നത്, തെളിവോട് കൂടി പറയാണ്. ചിന്തിക്കണം. കാലത്ത് ഖദീജത്തുൽ ഇബ്നി അമ്മിഹ വറക്കയോട് ബഹുമാനപ്പെട്ട ഖദീജ പോയി പറഞ്ഞു. ഇത് നേരത്തെ തന്നെ നടന്നതാണ്. ഇഅ്ലാൻ ചെയ്യാൻ, പരസ്യപ്പെടുത്താൻ, ബിഅന്ന ജമിഅ മാ തഹത യദയ്യ മിൻ മാലിൻ വഅബീദിൻ. ബിഅന്ന ജമിഅ മാ തഹത യദയ്യ, നിന്റെ കൈയിന്റെ ഉള്ളിലുള്ള മിൻ മാലിൻ സമ്പത്തും വഅബീദിൻ അടിമക്കൂട്ടങ്ങളും എല്ലാം ഫഖദ് വഹബതുഹു ലി മുഹമ്മദിൻ, അത് മുഴുവൻ ഞാൻ ആർക്ക് കൊടുത്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന് കൊടുത്തു. ഫഖദ് വഹബതുഹു, മുഴുവൻ ഞാനത് കൊടുത്തു, എന്റെ ഭർത്താവിന് കൊടുത്തു. യതസറഫു ഫീഹി കൈഫ യശാ, യതസറഫു ഫീഹി കൈഫ യശാ, യതസറഫു ഫീഹി, ഇനി അതിൽ കൈകാര്യം ചെയ്യും അവര്. കൈഫ യശാ, അവരുദ്ദേശിച്ചമായി, ഞാനല്ല. നിന്റെ മുതൽ എന്താക്കണം എന്താക്കണ്ട തീരുമാനിക്കണ ആൾ ആരല്ല? ഞാനല്ല. അതെല്ലാം ഇനി മുതൽ റസൂലിനായിരിക്കും. എവിടെ കൊടുത്താലും വേണ്ടില്ല, എവിടെ വെച്ചാലും വേണ്ടില്ല, എനിക്കൊന്നും വിഷയമല്ല. എല്ലാ കാര്യം ഞാൻ ആരെ ഏൽപ്പിച്ച്? റസൂലുള്ളാഹിനെ ഏൽപ്പിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കിയടോ, ഫവഖഫ വറക ബൈന സംസം വൽ മഖാം. സംസം കിണറിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ വന്ന് നിന്നു ആര്? വറക. എന്നിട്ടോ വനാദ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ബിഅലാ സൗതിഹി, അദ്ദേഹത്തിന്റെ പരമാവധി ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, യാ മാശറൽ അറബ്, അറബികളെ, ഇന്ന ഖദീജ തുശഹിദുകും ബിഅലാ അന്നഹാ വഹബത് ലി മുഹമ്മദിൻ നഫ്സഹ വമാലഹാ വഅബീദഹാ വജമീഉ മാ തംലികുഹു യമീനുഹാ. അത് വിളിച്ചു പറഞ്ഞു. എവിടെ നിന്നിട്ട് എവിടെ നിന്ന്? ബൈന സംസം വൽ മഖാമി, സംസം കിണറിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും കൂടെ ഇടയിൽ വന്നു നിന്നു ആര്? വറക. എന്നിട്ട് ഫനാദാ ബിഅലാ സൗതിഹി, തന്റെ ഏറ്റവും പരമാവധി ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, എന്ത്? യാ മഅശറൽ അറബി, അറബികളെ, ഇന്ന ഖദീജ വഹബത് തുശഹിദുകും, നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു, അലാ അന്നഹ, ഖദീജ വഹബത്ത് കൊടുത്തിട്ടുണ്ട്, ലി മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക്, നഫ്സഹ, തടിയും, വമാലഹ, മുതലും, വഅബീദഹ, അടിമക്കൂട്ടങ്ങളും എല്ലാം, വജമീഅ മാ, ഒന്നെല്ലാം, തംലികുഹു യമീനുഹ, അവരുടെ വലത്തെ കയ്യിലുള്ള, വലത്തെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലുള്ള സകലമാന വീടും വരെയും കുടുംബവും എല്ലാം ആർക്ക് കൊടുത്തിട്ടുണ്ട്? പുണ്യ മുഹമ്മദ് മുസ്തഫ
എന്തിന്? എന്തിന്? ഇജ്ലാലൻ ലഹു വ തഅലീമാ, ബഹുമാനം കൊണ്ട്. ആരോടുള്ള? അല്ലാഹുവോടല്ല. ഇജ്ലാലൻ ലഹു വ തഅലീമാ. അല്ലാതെ നിങ്ങളെ പാട്ടുകാര് പറഞ്ഞതുപോലെ തന്റെ ഇംഗിതത്തിന് പറ്റിയ ഒരു യുവാവായ പുതിയാപ്പളയാണ് എന്നതുകൊണ്ടല്ല. ഇജ്ലാലൻ ലഹു വ തഅലീമാ, ബഹുമാനം കൊണ്ട്. ആരോടുള്ള? റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം കൊണ്ട്. എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആർക്ക്? മുഹമ്മദ് മുസ്തഫാക്ക്. ഇത് വറക്കയെ ഏൽപ്പിച്ചു. വറക്ക പെണ്ണാണല്ലോ ഖദീജ. ഖദീജക്ക് ഒതുക്കുള്ള പെണ്ണല്ലേ, അവരല്ലല്ലേ പറയണ്ടേ. കുടുംബത്തിലെ ആങ്ങളെയാണ് ആര്? വറക്ക. വറക്ക സംസം കിണറിന്റെ അരികിൽ വന്നു. അക്കാലത്ത് ഖദീജാന്റെ മുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുതലാ. ഈ മുതലിന് തേടി പലരും വന്നു. അവര് വലിയ മുതലാളിമാര്. അവർക്കൊന്നും ഖദീജ ഒന്നും കൊടുത്തില്ല, സ്വന്തം നഫ്സിനെ കൊടുത്തില്ല, കെട്ടാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഒന്നുമില്ലാത്ത റസൂലുള്ളാഹിന്റെ കയ്യിൽ പുതിയ ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്ത്? വറക്ക വിളിച്ചാൽ പറഞ്ഞു, എല്ലാം ഇനി ആരുടേതല്ല, ആരുടേതല്ല, ഖദീജയുടേതല്ല. ആരുടേതാണ്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ തന്നെ പിന്നെ എന്താ ഖദീജക്ക് പണിയുള്ളൂ? എന്താ ഖദീജാവിന്റെ പണി? റസൂലുള്ളാഹി പിന്നാലെ നടക്കുക. റസൂലുള്ളാഹി എന്താ ചെയ്ത അത് ചെയ്യുക, റസൂലുള്ളാഹി എന്താ കാണിച്ച കാണിക്കുക, റസൂലുള്ളാഹി എന്താ പഠിച്ച അത് പഠിക്കുക. അത് മനഃപ്പാടമാക്കുക, പഠിക്കുക, നബി എപ്പോഴും ശ്രദ്ധിക്കുക, നബിയുടെ കാര്യം ശ്രദ്ധിക്കുക. അതല്ലാത്ത ചിന്ത ഖദീജ ബീവിക്കില്ല റളിയല്ലാഹു അൻഹാ. എന്ന് അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം. എത്രയാണ് സ്വർണ്ണ നാണയങ്ങൾ, എത്രയാണ് മറ്റു സാധനങ്ങൾ കൊടുത്തത് എന്ന് കയ്യും കണക്കുമില്ല, കണക്കും കയ്യുമില്ല. എന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കൊടുത്തതിന് കണക്കില്ല. അത്രയും വലിയ മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ഫബാദറത്ത് ഉമ്മുൽ മുഅ്മിനീന സയ്യിദ ഖദീജ ഇസ്യാബിൽ നിന്നാണ് വായിക്കുന്നത്. ഇലൽ ഈമാൻ ബിരിസാലത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതസ്ദീഖ് ബിനുബുവ്വതിഹി فهي سباقة الخلق إلى الإيمان والإسلام رضي الله عنها وأرضاها. اتفق العلماء أن هذه الحقيقة قال ابن عبد البدي هي أول من آمن بالله عز وجل ورسوله، وهذا قول قتادة والزهري وعبد الله بن محمد بن عقيل وابن إسحاق وجماعة قالوا خديجة أول من آمن بالله من الرجال والنساء. ആണ് പെണ്ണ് എന്നൊക്കെ നോക്കിയാലും ആരെ നോക്കിയാലും ആദ്യം മുഅ്മിനത്തായ ആരാണ്? എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. وذكر ابن خيثمة في أول كتاب المكيين وكان أول من آمن بالله خديجة ورسوله خديجة بنت خويلد. فكان أول من آمن بالله ورسوله خديجة. ثم روى بسنده أنه صلى يوم الاثنين وصلت خديجة آخر يوم الاثنين. ഇതിനാണ് പൊതു വായിച്ചത്. ഞാൻ ഉസ്താദ് തെളിവില്ലാതെ പറഞ്ഞെന്ന് വെക്കണ്ട. അത് ഞാൻ തെളിവോടുകൂടി പറഞ്ഞ ഞാൻ ഇസ്തിയാബിൽ നിന്നാണ് ഈ വായിക്കുന്നത്. എന്റെ വകയല്ല, എന്റെ വകയല്ല, എനിക്ക് തോന്നിയത് പറയല്ല. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. കേൾക്കട്ടോ. ഖദീജ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല യൗമൽ ഇസ്നൈൻ. എന്താടോ ഉംറ വിസക്ക് പോയവർക്കറിയാലോ യൗമുൽ ഇസ്നൈന്റെ അർത്ഥം. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല യൗമൽ ഇസ്നൈൻ. നബി ആദ്യമായി നിസ്കരിച്ചത് തിങ്കളാഴ്ചയാണ്. ഖദീജ നിസ്കരിച്ചത് ആഖിറ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയുടെ. അപ്പൊ തിങ്കളാഴ്ച അതിരാവിലെയാണ് ആര് കാണിച്ചു കൊടുത്തത്? ഞങ്ങളോട് പറഞ്ഞു അന്ന് 2 നിസ്കാരമാണുള്ളത്, രാവിലെയും വൈകുന്നേരം. രാവിലത്തെ ആര് കാണിച്ചു കൊടുത്തു? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. വൈകുന്നേരത്തെ നിസ്കാരം ആരും കൂടി അതിന്റെ ഇടയിലാണ് പഠിപ്പിച്ച വിഷയം. എന്ന് വകദാ യഖൂലു ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. എന്ന് മഹാനായ ഇബ്നു അസീർ റളിയല്ലാഹു അൻഹു, പ്രാമാണിക ചരിത്രകാരനായ ഇബ്നു അസീർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖദീജ അവ്വലു ഖൽഖില്ലാഹി അസ്ലമ ബി ഇജ്മാഇൽ മുസ്ലിമീന. മുസ്ലിമീങ്ങൾക്ക് തർക്കല്ല, ഇതെല്ലാം ഇസ്ലാമിൽ ആദ്യം വന്ന ആൾ ആരാണ്? ഖദീജയാണ്. ലം യതഖദ്ദംഹാ, അവർക്ക് മുന്തിയിട്ടില്ല. റജുലുൻ വലംറഅത്തുൻ, ആണുമില്ല പെണ്ണുമില്ല. وقال محمد بن كعب القرظي أول من أسلم من هذه الأمة برسول الله خديجة
وحكى الإمام الثعلبي اتفاق العلماء على ذلك وإنما اختلافهم في أول من أسلم بعدها ഖദീജ കഴിഞ്ഞിട്ട് പിന്നാരി എന്ന കാര്യത്തിൽ തർക്കമുള്ളൂ ഖദീജയുടെ കാര്യത്തിൽ തർക്കമില്ല وقال النووي نووي ما പറയുന്നു إنه صواب وأذان സത്യം إن جماعة المحققين وقال الواقدي أجمع صحابنا أن أول المسلمين استجاب رسول الله ഖദീജ എല്ലാ വിഷയത്തിലും ആദ്യം ഉത്തരം കൊടുത്തത് ആൾ ഖദീജയാണ് എന്ന് ഇതിന്റെ എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനം എല്ലാം ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. അൽ-ഇസാബയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് ഉമ്മിൻ മസായ ഖദീജ അന്നഹ മാ സാലത്ത് തുഅല്ലിമു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുസദ്ദിഖു ഹദീഥഹു ഖബല അൽ-ബിഅ്തത്തി വബഅദഹാ. അൽ-ഇസാബയിൽ ഹാഫിള് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു, ഹാഫിള് ഇബ്നു ഹജർ ഹൈതമി അല്ല, ആര് അതിന്റെ അപ്പുറത്തുള്ള ആളാണ് ഇബ്നു ഹജർ അസ്കലാനി. അവരാണ് ബുഖാരിയെ വ്യാഖ്യാനിച്ച ഫത്ഹുൽ ബാരി. മനസ്സിലായില്ലേ? അവര് പറയാണ്, അവരുടേതാണ് അൽ-ഇസാബ. സ്വഹാബത്തിന്റെ ചരിത്രം വളരെ പ്രഗൽഭവും പ്രാമാണികവുമായി റിപ്പോർട്ട് ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു. അവര് പറയുന്നുണ്ട് എന്ത് വമിൻ മസായ ഖദീജ അന്നഹ മാ സാലത്ത് തുഅല്ലിമു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ നബിയെ എപ്പോഴും ബഹുമാനിച്ചിരുന്നത് ആരാണ്? ഖദീജ. വതുസദ്ദിഖു ഹദീഥഹു, റസൂലുള്ളാഹിന്റെ ഹദീസ് അങ്ങനെ തന്നെ വാസ്തവമാക്കും. ഖബിലൽ ബിഅ്സത്തി, നബിയാണിന് മുമ്പന്നെ ഹദീത്തിന്റെ സ്ഥാനം നബി പറഞ്ഞിനൊക്കെ. അന്ന് നബി ആയിട്ടില്ല, നബിയായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നബിയായി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പന്നെ റസൂലുള്ളാഹിന്റെ വാക്കിനൊക്കെ ഭയങ്കര വില വെക്കുന്ന ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. വബഅദൻ ദഖലത്ത് ഫി ദീനിൽ ഇസ്ലാമി, അവർ ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം അല്ലമഹൻ നബിയു വൽ ഉളൂഅ വസ്സലാത. ഇബ്നു ഹജർ തങ്ങൾ പറയാ വബഅദൻ ദഖലത്ത് ഫി ദീനിൽ ഇസ്ലാമി, ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം അല്ലമഹൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? അല്ലമഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു. എന്തിനെ? അൽ ഉളൂഅ പറയ്, ഉളൂഇനെയും വസ്സലാത നിസ്കാരത്തെയും പഠിപ്പിച്ചു. ഈ അഭിപ്രായം ഇബ്നു ഹിശാം തങ്ങൾ പറയുന്നുണ്ട്. വജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഫതവല്ല ലിയുരിയഹ കൈഫ തുഹൂറു ലിസ്സലാ കമാ അറാഹു ജിബ്രീൽ ഫതവല്ല കമാ തവല്ല അലഹ റസൂലുള്ളാഹി ثم صلى بها رسول الله كما صلى به فصلت لصلاته. فهكذا أصبحت خديجة അപ്പോൾ ذاتن وعملا روحا وجسدا إيمانا وعملا. ഇങ്ങോട്ട് നോക്ക് إلا الذين آمنوا وعملوا الصالحات. ഈമാനും അമലും എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈമാനൻ വ അമലൻ, ആദ്യത്തെ ഈമാനിലേക്ക് കയറിയത് ഖദീജ. അമലൻ, ആ നിസ്കാരം ആദ്യം കയറിയത് ഖദീജ റളിയല്ലാഹു അൻഹാ. ആദ്യം ഖദീജ, എല്ലാം ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹാ, എല്ലാം ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെയാണ് എന്ത് റസൂലുള്ളാഹിക്ക് ഇവരെ എത്ര ഇഷ്ടവും. عائشة لما ادعت أفضلية تغير وجه المصطفى الطهر واحمر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അതുകൊണ്ടാണ് ആയിഷ ബിബി ഞാനാണ് പ്രധാനപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നത്. കാരണം റസൂലുള്ളാഹ് സ്വന്തം കാര്യത്തിൽ ദേഷ്യപ്പെടുന്ന ആളല്ല, അള്ളാന്റെ കാര്യത്തിൽ ദേഷ്യപ്പെടുന്ന ആളാണ്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് നോക്കണം. സ്വന്തം കാര്യത്തിൽ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ അവിടെ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരുന്ന ആളില്ല. എന്തുകൊണ്ട്? രണ്ട് ഭർത്താക്കന്മാർ ഉപയോഗിച്ച് ഭാര്യയാക്കി കൊണ്ടു നടന്ന് അവരൊക്കെ മരിച്ചു പോയിട്ട് പിന്നെ കിട്ടിയ മൂന്നാമത്തെ ഭർത്താവാണ് ആര്? നേരെ മറിച്ച് ഒരു പുരുഷൻ എന്ന നിലയിൽ ആയിഷ ബിവിയെ ആദ്യം സ്പർശിക്കുന്ന ആൾ മുത്തുനബിയാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് ആയിഷ ബിബിക്ക് റളിയല്ലാഹു അൻഹ അതല്ലാത്തൊരു കിടപ്പുമുറി കണ്ടിട്ടില്ല. അങ്ങനത്തെ പെണ്ണാണ് ആര്? ആയിഷ. ഈ ആയിഷ ഞാനാണ് ശ്രേഷ്ഠയായ ഭാര്യ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് ചിരിക്കാവുന്നതേ ഉള്ളൂ.
റസൂലുള്ളാഹി ചിരിക്കൂല. എന്തുകൊണ്ട്? തന്റെ കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യും, അള്ളാന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യൂല. അവിടെ മുന്തിക്കാൻ പറ്റൂല ആര്? ആയിഷ ബീവി. കാരണം ആദ്യ ഈമാനുള്ള ആളെയാണ് വസ്സാബിഖൂനൽ അവ്വലൂന. മുഹാജിർ മാത്രമല്ല, എവിടെ അവ്വലിന് തന്നെ പ്രാധാന്യം. അപ്പൊ റസൂലുള്ളാഹി വിട്ടുകൊടുക്കൂല. ആയിഷ കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്, അതിസുന്ദരിയാണ്, അതൊക്കെ വേറെ വർത്താനം. ഇത് തൊണ്ടിപ്പെണ്ണാണ്. പക്ഷേ സ്വന്തം കാര്യത്തിനല്ല റസൂലുള്ളാഹിന്റെ കാര്യം വില. ആരെ കാര്യത്തിലാണ്? അള്ളാഹിന്റെ കാര്യത്തിലാണ് റസൂലുള്ളാഹിക്ക് വില. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതിനെല്ലാം മറുപടിയുണ്ട്, ഇതിനെല്ലാം മറുപടിയുണ്ട്. സത്യത്തിൽ അത് വിട്ടുവീഴ്ച നടത്താനല്ലേ ഉള്ളൂ. പക്ഷെ തഗയ്യറ വജ്ഹ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നീട് റസൂൽ ആയിഷ ബി പറയാണ്, ഈ ദേശം അടങ്ങിയാൽ റസൂലുള്ളാഹിന്റെ ദേശം അടങ്ങാതെ ഞാൻ ബുദ്ധിമുട്ടിപ്പോയി. ഇങ്ങനെ റസൂലുള്ളാഹി ദീർഘിച്ച് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരെ ചെറുതാക്കിയപ്പോ? കാരണം എന്തുകൊണ്ട്? അള്ളാന്റെ ആളാണ് ആര്? ഖദീജ. ആദ്യം അള്ളാഹുവിൽ ഈമാൻ കൊണ്ട ആള് ഖദീജ. ആദ്യം നിസ്കരിച്ച ആളും ഖദീജ. അപ്പൊ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ അള്ളാഹിനോട് സത്യം ചെയ്ത് പറഞ്ഞു, അള്ളാഹ് ഈ ദേശം അടക്കി തന്നാൽ ഞാൻ ഒരു കുറ്റാരെ പറ്റി പറയില്ല. അത് പറഞ്ഞ പിൽക്കാലത്ത് ഭാര്യമാർക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത്? റസൂലുള്ളാഹിയിൽ നിന്ന് എന്തെങ്കിലും ഗുണകാര്യങ്ങൾ കിട്ടണമെങ്കിൽ മെല്ലെ പോയിട്ട് ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി അങ്ങനെ പറയും. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ റാഹത്തിൽ കേൾക്കും. പിന്നെന്താ വേണ്ട ഒക്കെ നബി ചെയ്തു കൊടുക്കും. മനസ്സിലായില്ല? സോപ്പിട. എന്നോ മരിച്ചുപോയ ഈ തൊണ്ടിനെ പറ്റി സോപ്പിട്ട റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഷ്ടം ആരുടെ കാര്യത്തിലാണ്? അവിടെയൊക്കെ ചിന്തിച്ചു നോക്കുകയാണ്. നിങ്ങൾ എന്താണ് ഇത് റസൂലുള്ളാഹിനെ പഠിക്കാത്ത? മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താണ് ഇത്? റസൂലുള്ളാഹിനെ എത്ര പഠിക്കേണ്ടതിന്റെ ഒക്കെ ഉള്ളിൽ റസൂലുള്ളാഹിന്റെ മഹത്വം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം എത്രയാണ് കുട്ടികളെ ഇവിടെയൊക്കെ പഠിക്കാനുള്ളത്. ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കുക. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു അതിമഹത്തായ സത്യമാണ്. അള്ളാന്റെ ആളാണ്. അപ്പൊ ഈ ഉമ്മത്തിൽ അങ്ങനെ തന്നെ ആകാൻ പാടുള്ളൂ. ഈ ഉമ്മത്തിന്റെ കേന്ദ്രം എന്നത് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. ഞാൻ ഒരാൾക്കും ഇനി ഇടപെടാൻ കഴിയില്ല. ഈ 2 ദിവസം കൊണ്ട് നിസ്കാരത്തിന്റെ വുളൂഇന്റെ കാര്യം നമ്മൾ പൂർത്തിയാക്കി പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അന്ന് വന്നിട്ടും ഇല്ല. എന്തുകൊണ്ട്? കാന യുസല്ലിയാനി സിർറൻ. കാന യുസല്ലിയാനി സിർറൻ. രഹസ്യമായിട്ടാണ് നിസ്കരിച്ചിരുന്നത്. പിന്നെ പരസ്യമായ നിസ്കാരം മദീനയാണ്. മദീന വരെ ഖദീജ ബീവി ഉണ്ടാകാൻ പാടില്ല. കാരണം ഖദീജ ബീവി ഉണ്ടെങ്കിൽ മദീന ഉണ്ടാവില്ലല്ലോ. ഖദീജ ബീവി ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? മദീന ഉണ്ടാവില്ലടോ. രണ്ടാളുണ്ടെങ്കിൽ മദീന ഉണ്ടാവില്ല. ഒന്ന് അബൂ താലിബ് എന്നവര് വന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖുറൈശി കുട്ടികളെയും കൊണ്ടാ പോയത്. അബൂജഹൽ ബർച്ചോയി ഓരോരുത്തരും കയ്യിലുള്ള സാധനം നോക്കിയിട്ട് കോടല് മാലെടുക്കാനാ പോയത്. തൊട്ടു പോയത് ആര്? അബൂ താലിബ്. സംഭവമൊക്കെ ഞങ്ങളോട് വായിക്കും ഇൻഷാ അല്ലാഹ്. എന്റെ കൂട്ടിനെ തൊട്ട് പോയ കോടൽ എടുക്കുന്ന പറഞ്ഞത് ആര് പോയി? ഞാൻ മനസ്സിലായില്ല. അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാനൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്റെ കൂട്ടിനെ തൊട്ട് പോയ കോടലെടുക്കും. ആര് പറഞ്ഞേ? അബൂ താലിബ് പറഞ്ഞു. ഇപ്പുറത്ത് പെണ്ണിന്റെ താങ്ങൽ ആര്? ഖദീജ. ഈ രണ്ടാളും മരിച്ചപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ദുഃഖം വന്നു. അതാണ് ആമുൽ ഹുസ്നി, ദുഃഖവർഷം. ആരുടെയും മരണം. ഖദീജ ബീവിയുടെയും അബൂ താലിബ് എന്നവരുടെയും മരണമാണ് ദുഃഖവർഷം. അത് ദുഃഖവർഷാണ്. അത് കാരണമാണ് എവിടേക്ക് പോകേണ്ടി വന്നത്? ത്വായിഫിലേക്ക്. അവിടുന്ന് ഒന്നും നേരെയായില്ല. പിന്നീട് കൊണ്ടുവന്നത് മദീനയിലേക്ക്. മനസ്സിലാവുന്നത് പറഞ്ഞത്. ഖദീജ ബീവി അബൂ താലിബ് എന്നവരുണ്ടെങ്കിൽ എന്തില്ല? മദീനല്ലടോ. പിന്നെ മദീന ഉണ്ടാവുക? അവിടെ മദീന ഉണ്ടാവണ്ടേ? അപ്പോൾ നേരത്തെ ആര് മരിക്കണം? പറയ കുട്ടി, ആര് മരിക്കണം? ഖദീജ മരിക്കണടോ. ഖദീജ മരിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവില്ല? മദീനയില്ല. എന്തുകൊണ്ട്? മദീനക്കാര് ആയിരക്കണക്കായ ആളുകൾ ചെയ്ത ആ ഒരു സഹായം ഒറ്റക്ക് ചെയ്ത ആളാ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. ഖദീജ ഉണ്ടെങ്കിൽ അത് ആയിരക്കണക്കിന് അൻസാരികളുടെ സ്ഥാനത്താണ് ഒരു ഖദീജ റളിയല്ലാഹു അൻഹ. അബൂ താലിബ് എന്നവർ ഇപ്പുറത്തും കൂട്ടിയെ തൊട്ട് പോയി. ഭയങ്കര സംഭവങ്ങളാണ്. വളഞ്ഞില്ല. ഖുറൈശി നേതാക്കന്മാരെ വിറച്ചു പോയില്ലേ? അബൂ താലിബ് ഒരു വാക്ക്. അബൂ താലിബ് വലിയ മുതലാളിയൊന്നുമല്ല. പക്ഷെ അവര് എന്താന്നറിയാം, ഇന്നത്തെ ചില നേതാക്കന്മാരുണ്ടല്ലോ ചില നാട്ടിൽ, പൈസ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആരായിരിക്കും? ഭയങ്കര സ്വാധീനം ഉണ്ടാവും. കുണ്ടന്മാരവരെ ബാക്കിലുണ്ടാവും. ഞാൻ നോക്കും പേടിയായി. അബൂജഹലിനൊക്കെ പേടി. തൊട്ട് പോകരുത്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഉപദ്രവിക്കൂല.
പിന്നെ ആരെ ഉപദ്രവിക്കാം? അടിമക്കുട്ടികളൊക്കെ മുസ്ലിമായ അവരെ ഉപദ്രവിക്കും. ആ ഒരു താങ്ങ് റസൂലുള്ളാഹിക്ക് ഇല്ലാതെയായി ഇവർ രണ്ടാളും മരിച്ചപ്പോ. അപ്പൊ മറ്റവർക്ക് സന്തോഷമായി. അപ്പോൾ പിന്നെ എന്തുണ്ടായി? മദീന ഉണ്ടായി, ഹിജറ ഉണ്ടായി. ഹിജറ വരെ ഖദീജ ഉണ്ടാകാൻ പാടില്ല. പകലുണ്ടായ എങ്ങനെയാണ് രാത്രിയാകാ? പകല് പോണ്ടേ രാത്രിയാകണമെങ്കിൽ? പറയുടെ കുട്ടി, പകല് പോണ്ടേ രാത്രിയാകണമെങ്കിൽ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പകല് പോണ്ടേ രാത്രി, മനസ്സിലായില്ലേ പറഞ്ഞത്? പകല് പോണ്ടേ രാത്രിയാണ്. പിന്നെ രാത്രി പകല് വരണമെങ്കിൽ പകൽ എന്നത് ഒരാളെ പേരാണ്. പണ്ടൊരാൾ വന്ന് ഇക്കൊല്ലം റമളാൻ വന്നത് റബീഉൽ അവ്വലിലല്ലേ എന്ന് ചോദിച്ചു. കേട്ടൊരു അന്തപ്പെട്ടു. റബീഉൽ അവ്വലിൽ ചോദിച്ചു, ഇക്കൊല്ലം റമളാൻ വന്ന റബീഉൽ അവ്വലിലല്ലേ ചോദിച്ചു. പിന്നെയും ചോദിച്ചു. ആർക്കും മനസ്സിലായില്ല. അപ്പൊ സംഭവം എന്താ വെച്ചെങ്കിൽ റമളാൻ എന്ന മൂപ്പരൊരു കുടുംബക്കാരനാ. മനസ്സിലായില്ല? റമളാൻ എന്ന പേരുള്ള ആളുകൾ ഇഷ്ടം പോലെ പഴയ കാലത്തുണ്ടായിരുന്നു. അപ്പൊ ഇടക്കിടക്ക് മൂത്താപ്പാനെ കാണാന് ആര് വരും? റമളാൻ വരും. അപ്പോ മൂത്താപ്പ എല്ലാരും കുടുംബം ഇരുന്നപ്പോ ചോദിച്ചെന്ത് ഇക്കൊല്ലം റമളാൻ വന്നത് റബീഉൽ അവ്വലിലല്ലേ ചോദിച്ചപ്പോ പോലെ അയനാനത്തിലായി. കാരണം പറടാ, റമളാൻ എങ്ങനെ റബീഉൽ അവ്വലിൽ വരിക? എന്നതുപോലെ രാത്രി പകല് ഒപ്പം വരൂല, അല്ലെങ്കിൽ പകല് വേറെ ആളെ പേരായിരിക്കണം എന്നതുപോലെ ഖദീജ ഉണ്ടെങ്കിൽ ഹിജറ ഉണ്ടാവൂല. എന്തുകൊണ്ട്? ആ ഹിജറ കൊണ്ടുണ്ടാവേണ്ട സകല കാര്യങ്ങൾ ആരെ കൊണ്ടുണ്ടാവും? ഹിജറ ഇല്ലാതാക്കുന്ന കാര്യം ഖദീജയെ കൊണ്ടുണ്ടാവും. അത്രയും വലിയ താങ്ങാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അത് കേവലം ചട്ടം പിത്താങ്ങല്ല, റസൂലുള്ളാഹിനെ അങ്ങോട്ട് പിമ്പറ്റി തന്നെ എല്ലാ നിലയിലും. ഇതിൽ അള്ളാന്റെ ഹിക്മത്ത് ഉണ്ട്. ഇതിലെന്താ അള്ളാന്റെ ഹിക്മത്ത്? ഇതിലാണ് അള്ളാന്റെ ഹിക്മത്ത്. ഈമാനൻ വഅമലൻ, അതാണല്ലോ മനുഷ്യന്റെ വൽപ്പത്തരം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു മനുഷ്യന്റെ ശുദ്ധീകരണം ഈമാനും അമലുമാണ്. അത് ആദ്യം ഖദീജ ബീവിക്ക് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കുട്ടിയോട് ജനിച്ചു. ചിന്തിക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം, രണ്ട് അഭിപ്രായമുണ്ട്. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം റസൂലുള്ള നബിയായതിനു ശേഷം ജനിച്ച കുട്ടിയാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. സുഹറയാണ്. ഏറ്റവും ചെറിയ കുട്ടിയാണ് ആര്? ഫാത്തിമ. ഖദീജ ബീവിയുടെ അവസാനത്തെ കുട്ടിയാണ് ആര്? ഫാത്തിമ. നബിയായിട്ട് ജനിച്ച കുട്ടിയാണ് ആര്? നബുവത്ത് കിട്ടിയ ശേഷം ജനിച്ച കുട്ടിയാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമക്ക് അതിന്റെ അധികാരം കൊടുത്തു. ആ ഖദീജ, ആ റസൂലുള്ളാഹിയുടെ മഹത്വം, ഖദീജ ബീവിന്റെ മഹത്വം എവരിൽ മേളിച്ചു? ഖദീജയിൽ മേളിച്ചു. ആ ഖദീജനെ ഫാത്തിമയെ ഖദീജ ബീവിനെ പോറ്റി വളർത്തിയ അലിയാരി ഏൽപ്പിച്ചു. അത് രണ്ടിൽ നിന്നുണ്ടായ കുട്ടിയാണ് എന്ത്? ഹസനും ഹുസൈനും. അത് റസൂലുള്ളാഹിന്റെ വലിപ്പത്തിനാണ്. റസൂലുള്ളാഹിക്ക് എന്താ പറയാ? സ്വലാത്തു താജിലില്ലേ? ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ, ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ. റസൂലുള്ളാഹിന്റെ വലിപ്പത്തിനാണ് ജദ്ദിൽ പറയ്. ജദ്ദിൽ ഹസനി വൽ ഹുസൈനി, ഹസന്റെയും ഹുസൈന്റെയും വല്യാപ്പാകുക എന്നുള്ള റസൂലുള്ളാഹിന്റെ വലിപ്പത്തിലാണ്. വലിപ്പത്തിലാണെങ്കിൽ അതിന് അങ്ങനത്തെ ആളാണ്ട്. ഞാനാണ് കായംകുളം മുച്ചണ്ണിന്റെ വാപ്പാന്ന് ആരെങ്കിലും പറയും? പറയടോ. എന്താണ് അന്തം വിട്ടിരിക്കുന്നത്? അങ്ങനെ ഒരാൾ പറയോ? യാ പടച്ചോനെ, അങ്ങനെ പറയോ? ഇല്ല. എന്റെ വാപ്പാക്ക് ഉണ്ടായിരുന്ന സ്വഭാവം, ഒരു സ്ഥലത്തിൽ കൂടിയാല് വാപ്പ ഉണ്ടാകുമ്പോ വേറെ ആരെങ്കിലും പറയുമ്പോ ആരാനും പറയും ഇത് റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ വാപ്പ. അപ്പൊ വാപ്പ പറയും അല്ല. വാപ്പ പറയും റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ വാപ്പല്ല, റഹ്മത്തുള്ള എന്റെ മകനാണ്. ആദ്യം ഉണ്ടായത് ഓനല്ല, ഞാനാണ്. എന്നിൽ നിന്നാണ് ഓനെ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഓനിൽ നിന്ന് എന്നെ മനസ്സിലാക്കരുത്. ഞാൻ റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ വാപ്പല്ല, ഞാൻ റഹ്മത്തുള്ളാഹി എന്റെ മകനാണ്. മനസ്സിലായില്ലേ? മനുഷ്യന്റെ വലിപ്പത്തരം എന്ന് പറഞ്ഞാൽ അതന്നല്ലേ. ജദ്ദിൽ ഹസനി വൽ ഹുസൈനി, ഹസന്റെയും ഹുസൈന്റെയും വല്യാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ റസൂലുള്ളാഹി അതുകൊണ്ട് അഭിമാനിക്കുന്നുണ്ട്. അത്രയും വലിയ കുട്ടികളാണത്. ഈ കുട്ടികൾ ഇങ്ങോട്ട് ഫാത്തിമ ബീവിയുടെ മേളിച്ച് വരികയാണ്. അതിന് ആസിലൊന്നും ശരിയായി. ഈമാനൻ വഅമലൻ, ഈമാനൻ വഅമലൻ, ഈമാനും അമലും പെടാൻ മേളിച്ചു.
അതിന് വേണ്ടി ആദ്യകാലത്തെ നിസ്കാരം ഉണ്ടായി. നിസ്കാരത്തിന്റെ പൂർത്തീകരണം ഒക്കെ പിൻകാലത്താ വരുന്നത്, ബാങ്കൊക്കെ. പക്ഷെ അവിടെ നിസ്കാരം ഉണ്ടായി. എന്തുകൊണ്ട്? ഇതിൽ ആദ്യത്തെ ആൾക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് തന്നെ. പിന്നെ സക്കാത്തോ? പിന്നെ എന്ത് സക്കാത്ത്? ഒക്കെ കൊടുത്താൽ സക്കാത്തുണ്ടോ? ഖദീജ സക്കാത്തോൻ നോമ്പോൻ ശഅബ് അബി താലിബിൽ പട്ടിണി നടക്കുന്ന നോമ്പുണ്ടോ? റമദാൻ മാത്രമല്ല, അവർക്ക് എന്നും നോമ്പല്ലേ? മനസ്സിലായില്ല? പട്ടിണിയല്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാ തീരുമാനം. ആരുടെ? അബൂജാലിന്റെ ക്ലബിന്റെ തീരുമാനമാണ്. മക്കയിലെ ഖുറൈശികൾ ഒപ്പിട്ട് കഅബാലയത്തിൽ കെട്ടിത്തൂക്കി. ഒരു പൈസ കൊണ്ടുവന്നാലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കൊല്ലക്കണക്കിനാ നോമ്പ് വെച്ച്. പിന്നെന്തിനാ റമദാൻ നോമ്പ്? ഒരിക്കൽ ശവ്വാലിന് നോമ്പാണ്, ഒരിക്കൽ ദുൽഖഅദ നോമ്പാണ്. ആർക്ക്? ഖദീജക്ക്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഉപരോധിച്ചു റസൂലുള്ളാനെ. നോമ്പ് വെച്ചോ ഖദീജ? എന്റെ തനി നോമ്പ്. എന്ത് നോമ്പ്? ദിവസം തിന്നണില്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും എന്തല്ലേ? നോമ്പല്ലേ? മനസ്സിലായില്ലേ? ശഅബ് അബി താലിബില് ഉപരോധിക്കപ്പെട്ടു ഖദീജ ബീവിയെയും കൂട്ടരെയും. റസൂലുള്ളാഹിക്ക് പിന്തുണ കൊടുത്ത കാരണത്താൽ മക്കയിലെ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിരുന്ന, ഒരു മധുരമുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ മക്കാര് വന്നിരുന്നത് ഖദീജാവിന്റെ വീട്ടിലേക്ക്. ആ പെണ്ണ് ഉണങ്ങി ഭക്ഷണം കിട്ടാതെ ഉണങ്ങിപ്പോയി. ആര്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ചിന്തിക്ക്. ഉണങ്ങി. സക്കാത്തിന്റെ പിന്നെ സക്കാത്ത് മാല് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? മാല് സക്കാത്തിന്റെ സക്കാത്തുൽ മാല് കൊടുത്തിരുന്നോ? സക്കാത്തുൽ മാല് എന്തിനാ കൊടുക്കണത്? മാല് മുഴുവൻ കൊടുത്തു. ഒക്കെ കൊടുത്തു. ഒന്നുമില്ല, ഒക്കെ കൊടുത്തു. എല്ലാം. ഒരടിമയെ മുസ്ലിമായ അടിമയെ ദ്രോഹിക്കുന്നുണ്ടെന്ന് കേട്ടാൽ കീസിലാക്കി പൈസ ആക്കിയിട്ട് കൊടുത്തേക്ക. സ്വർണ്ണ നാണയം ഓനാണ് മോചിപ്പിച്ചിട്ട് അള്ളാനെ പ്രേമിക്കുന്നവനാണ്. എന്നിട്ട് സ്വതന്ത്രയാക്ക. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവനെ. നമ്മളെ പരിക്ക് അടിമയായിട്ട് വേണ്ട, സ്വതന്ത്രയാക്കി വിടുക. ആരെ പൈസ? ഖദീജാവിന്റെ പൈസ. അതാ ഞാൻ പറഞ്ഞത്, മദീനക്കാർ ചെയ്തിരുന്നത് ഒരു ആയിരക്കണക്കായ ആളാണെങ്കിൽ ഇവിടെ ഒറ്റക്കത് ചെയ്യാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. ഭയങ്കര പൈസക്കാരത്തിയല്ലേ? അത് കൊടുത്തുവിടും. കണ്ടോരൊക്കെ മോചിപ്പിച്ചു. ഇസ്ലാമിൽ വന്ന ആളുകൾക്ക് വലിയ അത്താണിയായ ഉമ്മയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ്. ഹജ്ജ് ചെയ്തിരുന്നോ? എന്താ ഹജ്ജ്? നിങ്ങൾ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ലേ, ആദ്യ റസൂലിനെ ഖദീജ ബീവി ഇങ്ങനെ വരും. എവിടേക്ക്? കഅബാലയത്തിന്റെ അടുത്തേക്ക്. പിന്നെ എന്ത് ചെയ്യും? തവാഫ് ഇങ്ങനെ ചെയ്യും. പിന്നെ നിസ്കരിക്കും. ഇത് പതിവായിരുന്നു. ഇതിനെ അപ്പുറത്തെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കിയിരിക്കും. മനസ്സിലായില്ലേ? അപ്പുറത്ത് അബൂ താലിബ് എന്നവരുണ്ടാവും. തൊടാനൊന്നും ആർക്കും ധൈര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പുറത്തും ആൺകുട്ടികളുണ്ട്. അപ്പുറത്ത് അബ്ബാസ് എന്നവരുണ്ട്. പിന്നെ അബൂ താലിബുണ്ട്. അവിടെ ഈറ്റപ്പുലിയായ ഹംസ റോന്തി വെച്ചിട്ടുണ്ട്. മുസ്ലിം ഒന്നും അല്ല അന്ന് ഹംസ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇത് ഹംസ റളിയല്ലാഹു അൻഹു കുട്ടികളാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആളാപ്പല്ലേ? ആരുടെ? ആൺകുട്ടികൾ അവിടെ ഉണ്ട്. ഒന്നും തൊടാനൊന്നും ആർക്കും പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് കാണും. നേരെ വന്നിട്ട് രാവിലെ തന്നെ വന്ന് കഅബാലയത്തിന് തവാഫ് ചെയ്യും. എന്നിട്ട് 7 തവാഫ് കഴിഞ്ഞിട്ട് കഅബാലയത്തിന് അടുത്ത് വന്നിട്ട് തക്ബീറാണ് കിട്ടും. ഫഖാമ യുസല്ലി വഅലി അൻ യമീനിഹി വഖദീജ ഖൽഫഹുമാ. വലഭാഗത്ത് ആര് നോക്കും? അലി അല്ലാഹു. ബാക്കിൽ ആര് നോക്കും? ഖദീജ ബീവിയും. ജനങ്ങൾ ഇങ്ങനെ കാണും. തൊടൂല. തൊട്ട വിവരം അറിയും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതൊക്കെ നടന്നല്ലേ. അപ്പൊ ഞാൻ എന്താ ഖദീജക്ക് അമ്മയുള്ളത്? നോമ്പുണ്ട്, പറടോ, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ആണിന് മുമ്പ് തന്നെ എല്ലാം ലെവലാക്കി കൊടുത്തു. ഖദീജ ബീവിനോട് പറഞ്ഞു, ഞങ്ങളെ നേതാക്കന്മാർ അങ്ങനെ തന്നെയാ. ഒരു പാറമ പൊട്ടി മുളച്ചൊന്നല്ല, വാസിലുള്ളവരാണ്. ചിന്തിക്കുക. അവരെന്നെ അതിന്റെ ഉദ്ഘാടനം എല്ലാം. അപ്പൊ സക്കാത്ത് പരിശോധിച്ചാണ് നോക്കിയാൽ നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം. ഹജ്ജിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ഈ തവാഫല്ലേ. പിന്നെന്താ? എല്ലാം ഉണ്ട്. ആർക്ക്? അതിന്റെ കുട്ടികളാണ് ഈ കണക്കണമൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കാര്യങ്ങളായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ ക്ലാസ്സിന് വരുന്ന ആളുകൾക്ക് നീ ഖൈർ കൊടുക്കണം റബ്ബേ.
ഇനി വരുന്ന ഒരു കാലം നരകത്തിന്റെ പേരിൽ വീഴരുതേ റബ്ബേ, ഒരു കാലം സിറാത്ത് പാലം കടക്കാതിരിക്കരുത് റബ്ബേ. അല്ലാഹുവേ, ഒരു വീട്ടിലും ഹറാമിയത്ത് നടക്കരുത് റബ്ബേ. എല്ലാ വീടും എല്ലാ ബെഡ്റൂമും എല്ലാ അടുക്കളയും തമ്മാടിത്തരത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. നിന്റെ പൊരുത്തപ്പെട്ട അടിമകളാക്കണം ഞങ്ങൾ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഹറാമിയത്തിനെ തൊട്ട് കാക്കണം, ഹറാമിയത്തിനെ തൊട്ട് കാക്കണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഹറാമിയത്തിനെ തൊട്ട് കാക്കണമേ. ഞങ്ങൾ നന്നാക്കണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ നീ പുറത്തെടുക്കണം റബ്ബേ. ഞങ്ങളെ ഉസ്താദുമാർക്കും നീ പൊറുക്കണമേ റബ്ബേ. നാട്ടിൽ നല്ലതുണ്ടാകണമേ റബ്ബേ. ആര് ഭരിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. മോഡി ഭരിച്ചു, രാഹുൽ ഭരിച്ചു, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ആര് ഭരിച്ചാലും ഞങ്ങൾക്കിവിടെ മര്യാദയ്ക്ക് ജീവിക്കണം. എൻ്റെ സാഹചര്യം ഉണ്ടാക്കണമേ റബ്ബേ, എൻ്റെ സാഹചര്യം ഉണ്ടാക്കണമേ റബ്ബേ. മോഡി ഭരിക്കലോ രാഹുൽ ഭരിക്കലോ നിന്റെ ഖളായിൽ നീ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിലൊന്നും ഞങ്ങൾക്കൊരു അധികാരമില്ല. മോഡി ഭരിച്ചാൽ ചിലപ്പോൾ രാഹുലിനെ പോലെ ഭരിക്കാൻ മോഡിക്കും കഴിയും, നീ മോഡിയെ പോലെ മോശമായി ഭരിക്കാൻ രാഹുലിനും കഴിയും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, മനസ്സ് മാറ്റുന്ന ആൾ നീയാണ്. നീ രാഹുലിനെ മോഡിയാക്കുന്നതും നീയാണ്, മോഡിയെ രാഹുലാക്കേണ്ടതും നീ തന്നെയാണ്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആര് ഭരിച്ചാലും ഞങ്ങൾക്കും ഞങ്ങളെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മനസമാധാനത്തിൽ അന്ത്യം. അവർ ഞങ്ങൾക്ക് ഒരു നേരത്തെ അരി കൊണ്ടുവന്ന് തരേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞങ്ങൾ കഞ്ഞി കുടിച്ചെങ്കിലും ജീവിക്കാം. പക്ഷെ ഞങ്ങൾക്ക് സുരക്ഷിതത്വം. ഞങ്ങളെ കുട്ടികളെ നട്ടപ്പാതിരക്ക് പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുവരുന്നത്. ഞങ്ങൾക്കിവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞുകൂടണം. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. ഞങ്ങൾ പാകിസ്ഥാൻ്റെ മക്കളല്ല, ഞങ്ങൾ ചൈനൻ്റെ മക്കളുമല്ല. ഞങ്ങൾ ഈ മണ്ണിൻ്റെ മക്കളാണ്, ഈ നാട്ടിലെ ജനങ്ങളാണ്. ഞങ്ങൾ ഈ നാട്ടിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഈ നാടിൽ ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടണം. എൻ്റെ സാഹചര്യം ഒരുക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ മണ്ണിന്ന് ഞങ്ങൾ ഹയാത്താകണം. ഇവിടുന്നാണ് മുൻകർ നക്കീർ ഞങ്ങളെ ചോദിക്കേണ്ടത്. ഈ മണ്ണാണ് ഞങ്ങളുടെ ഏറ്റവും, ഇവിടുന്നാണ് ഞങ്ങൾ ആർശിന്റെ തണലിലേക്ക് പോകേണ്ടത്. ഈ തൗഫീഖ് തരണമേ. ഭരണകൂടത്തെ അല്ലാഹുവേ നന്നാക്കി തരണമേ തമ്പുരാൻ. ആരായാലും അവരെ നന്നാക്കി തരണമേ തമ്പുരാൻ. പടച്ചോനെ, ഭയപ്പെടേണ്ട മുസീബത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഭയപ്പെടേണ്ട മുസീബത്തിനെ നീ കാക്കണമേ റബ്ബേ. ഭയപ്പെടേണ്ട മുസീബത്തിനെ കാക്കണമേ റബ്ബേ. ഭയപ്പെടേണ്ട മുസീബത്തിനെ നീ കാക്കണമേ റബ്ബേ. പെട്ടെന്നുള്ള അപകട മരണം എന്നിവയെ തൊട്ട് കാക്കണം റബ്ബേ. ക്യാൻസർ ശിഫയാക്കണമേ റബ്ബേ. അത് വരാതെ നീ കാക്കണമേ റബ്ബേ. കിഡ്നിയുടെ തകരാറ് നീ കാക്കണമേ റബ്ബേ. എൻ്റെ കുട്ടിക്ക് 17 വയസ്സായി, ദർസിലോദിന കുട്ടിക്ക് കിഡ്നി പോയി. ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒരു മുത്താലിമിന്റെ വാപ്പ നമ്മളെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിക്ക് ഷിഫ നൽകണം, ഷിഫ നൽകണം, ഷിഫ നൽകണം, ഷിഫ നൽകണം, ഷിഫ നൽകണം, ഷിഫ നൽകണം. സാമ്പത്തിക പ്രയാസമുള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രയാസങ്ങളെ ദൂരീകരിക്കണമേ റബ്ബേ. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണമേ റബ്ബേ. കടങ്ങളെ വീട്ടിൽ കൊടുക്കണമേ റബ്ബേ. മഈശത്ത് ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. കുടുംബത്തിൽ റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കൾ ഖൈറാണെങ്കിൽ സ്വാലിഹായ മക്കളെ കൊടുക്കണമേ റബ്ബേ. ഇനി മക്കൾ ഖൈറ അല്ലെങ്കിലോ അവരുടെ ജീവിതം ഭാസുരമാക്കി കൊടുക്കണമേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ജോലിയും വീടില്ലാത്തവർക്ക് വീടും നൽകണമേ റബ്ബേ. യതീമക്കളെ പോറ്റുന്ന ഉമ്മമാർക്ക് ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണമേ തമ്പുരാൻ. എവിടെയും സന്തോഷം ഉണ്ടാക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി എൻ്റെ പൊരുത്തത്തിലായി മുഖം വെളുത്തവരായി ഞങ്ങൾ വഫാത്താക്കണമേ റബ്ബേ. പുഞ്ചിരിച്ച് മരിക്കുന്നവരിലും ഞങ്ങളെ പൊരുത്തണമേ റബ്ബേ. മുൻകർ നക്കീർ ഞങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി മാത്രം വരണമേ പടച്ചോനെ. ഈ അല്ലോനാണ് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ഖബറുണ്ടാകണം. ഞങ്ങളെ സല്ലാത്തുകൾ ഒക്കെ നീ മായ്ച്ചു കളയണമേ റബ്ബേ. ഞങ്ങളെ ഹസനാത്തിന് നീ വർദ്ധിച്ച കൂലി എഴുതി കൊടുക്കണമേ റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. നിന്റെ ലിഖാഇന് ഞങ്ങളെ സജ്ജരാക്കണമേ റബ്ബേ. നിന്റെ പൊരുത്തവും നീ ഞങ്ങൾക്ക് തരണമേ റബ്ബേ. ആകാശത്തെ രാജകുമാരനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കോടാനക്കോടി മലക്കുകളും എന്നും ഞങ്ങളെ കാര്യം ഖൈറോടുകൂടി സംസാരിക്കണമേ തമ്പുരാൻ. അവർ മോശമായി ഞങ്ങളെ കാര്യം പറയുന്നതിനെ തൊട്ട് കാക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ക്ലാസ്സിൽ അബലംബിക്കുന്ന ആളുകൾക്കെല്ലാം ഇവിടുത്തെ ക്ലാസ് ദാറുൽ ഖുർആൻ ക്ലാസ് അബലംബിക്കുന്ന അത് വിഖായത്താക്കണമേ റബ്ബേ. സംരക്ഷണമാക്കണമേ റബ്ബേ.